അത്യുന്നതനായ സർവശക്തരായ നമ്മുടെ പിതാവിന് എല്ലാ മഹത്വവും നമുക്ക് നൽകാം. അവിടുത്തെ തിരുസന്നിധിയിലായിരിക്കുവാൻ, ദൈവവചനം ശ്രവിക്കുവാൻ, ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ, ദൈവത്തിനെ അന്വേഷിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന ഓരോ അവസരങ്ങളെയും പ്രതി, പിതാവായ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും പ്രതി അവിടത്തേക്ക് നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്താം. പ്രിയപ്പെട്ടവരെ, 1 ദിനവൃത്താന്തം 16-ാം അധ്യായം 24-25 വചനങ്ങൾ. രാജ്യങ്ങളോട് അവിടുത്തെ മഹത്വം പ്രഖ്യാപിക്കുവിൻ, ജനതകളോട് അവിടുത്തെ അത്ഭുതങ്ങൾ പ്രഘോഷിക്കുവിൻ. എന്തെന്നാൽ കർത്താവ് ഉന്നതനാണ്, അത്യന്തം സ്തുത്യർഹനുമാണ്. പരിശുദ്ധ ബൈബിളിലുടനീളം നമ്മൾ കാണുന്ന ഒരാശയമാണ്, ഒരു സത്യമാണ് ഇത്. രാജ്യങ്ങളോട് അവിടുത്തെ മഹത്വം പ്രഖ്യാപിക്കുവിൻ, ജനതകളോട് അവിടുത്തെ അത്ഭുതങ്ങൾ പ്രഘോഷിക്കുവിൻ. എന്തെന്നാൽ കർത്താവ് ഉന്നതനാണ്, അത്യന്തം സ്തുത്യർഹനുമാണ്. പ്രിയപ്പെട്ടവരെ, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അത്യുന്നതനായ ദൈവം മഹത്വപൂർണനാണ്. എല്ലാ മഹത്വവും അതിൻ്റെ പൂർണ്ണതയിൽ ഉള്ളവനാണ് അത്യുന്നതനായ ദൈവപിതാവ്. അപ്പോൾ എല്ലാ മഹത്വത്തിനും സ്തുതിക്കും യോഗ്യനുമാണ് അവിടുന്ന്. അവിടുന്ന് എല്ലാ മഹത്വത്തിനും യോഗ്യനാണ്. അതുകൊണ്ട് മനുഷ്യരും സ്വർഗവാസികളും സർവചരാചരങ്ങളും സർവസൃഷ്ടികളും എല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്താൻ കടപ്പെട്ടവരാണ്. ദൈവത്തെ അറിയുന്ന ഒരാൾക്ക് പോലും ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ കഴിയില്ല. സങ്കീർത്തനങ്ങൾ 8:1, കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഭൂമിയിലെങ്ങും അവിടുത്തെ നാമം എത്ര മഹനീയം. അപ്പോൾ ദൈവത്തിനൊരു നാമമുണ്ട്. ആ നാമം അറിഞ്ഞാലാണ് ഈ വചനം പറയുന്നതിൻ്റെ പ്രസക്തി മനസ്സിലാവുള്ളൂ. കർത്താവേ, അവിടുത്തെ നാമം എത്ര മഹനീയം, എത്രമാത്രം മഹത്വപൂർണമാണ്. അങ്ങയുടെ മഹത്വം ആകാശങ്ങൾക്ക് മീതെ പ്രകീർത്തിക്കപ്പെടുന്നു. അപ്പോൾ സ്വർഗത്തിൽ, സ്വർഗാധിസ്വർഗത്തിൽ ദൈവത്തിൻ്റെ മഹത്വം അനവരതം പ്രകീർത്തിക്കപ്പെടുകയാണ്. അപ്പോൾ അതിലും എത്രയോ അധികമായി ഈ ഭൂമിയിലും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടണം. നമുക്കറിയാം, 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവപുത്രൻ ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ മാലാഖമാർ അവിടുത്തെ മഹത്വപ്പെടുത്തി പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ നിറഞ്ഞവർക്ക് സമാധാനം. അപ്പോൾ അത്യുന്നതങ്ങളിൽ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം സാക്ഷ്യപ്പെടുത്തുന്നു, ഭൂമിയും ദൈവത്തിൻ്റെ ഭൂമിയിലും അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ദൈവത്തെ നാം അനവരതം മഹത്വപ്പെടുത്തണം. അവിടുന്ന് എല്ലാ മഹത്വത്തിന് യോഗ്യനാണ്. അതുകൊണ്ട് ദൈവമക്കളായ നാം അവിടുത്തെ വലിയ സ്നേഹത്തോടെ, അത്യധികം അഭിമാനത്തോടെ മഹത്വപ്പെടുത്തുന്നു. എല്ലാ മഹത്വവും സർവമഹത്വവും അത്യുന്നതനായ ദൈവപിതാവിന് ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കണ്ടേ ആദ്യം. അപ്പോൾ പരിശുദ്ധ ബൈബിൾ നമ്മൾ പരിശോധിച്ചാൽ കാണാം, ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്നതായി. ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവമക്കൾക്ക്, ആദി മാതാപിതാക്കൾക്ക് ദൈവത്തെ കാണാമായിരുന്നു. അവർ ദൈവത്തോടിൻ്റെ കരം പിടിച്ച് നടന്നവരാണ്. എന്നാൽ അവിടെ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യന് ദൈവീക ദർശനം നഷ്ടമായി. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ക്രമേണ മനുഷ്യന് ഇല്ലാതായി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങി.
അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:26-28. ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കുവാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് ഈ എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. അപ്പോൾ ദൈവനിശ്ചയപ്രകാരമാണ് ഓരോ മനുഷ്യനും നിശ്ചിത സ്ഥലത്ത് നിശ്ചിത സമയത്ത് ജനിക്കുന്നത്. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും അല്ലെ ലക്ഷ്യമാണ് പറയുന്നത്. എന്തിനാണ് ദൈവം അങ്ങനെ ചെയ്തത് എന്നാണ് പറയുന്നത്. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരു പക്ഷേ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കണം നാം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അഥവാ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട ഓരോ ആത്മാവും ഓരോ വ്യക്തിയും ദൈവത്തെ അന്വേഷിക്കും. അതവർക്ക് മാത്രമേ കഴിയൂ. എങ്കിലും അവിടുന്ന് നമ്മിലാരിലും നിന്ന് അകലെയല്ല. എന്തെന്നാൽ അവിടുന്ന് നാം ജീവിക്കുന്നു, ചരിക്കുന്നു, നിലനിൽക്കുന്നു. അപ്പോൾ മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുകയാണ്. അങ്ങനെ ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ ഈ അന്വേഷണത്തിൽ മനുഷ്യൻ പലപ്പോഴും വഴിതെറ്റിപ്പോയിട്ടുണ്ട്. അവൻ്റെ പാതകൾ വ്യതിചലിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അഥവാ തിന്മയുടെ ശക്തി സാത്താൻ മനുഷ്യനെ വഞ്ചിച്ച് ഈ ദൈവാന്വേഷണത്തിൽ നിന്നും വഴിതെറ്റിച്ചു കൊണ്ടുപോയി അവനെ തിന്മയിലേക്കും അന്ധകാരത്തിലേക്കും കൊണ്ടുപോയിട്ടുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 13-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വചനങ്ങൾ. അവയുടെ ശക്തിയും, അതായത് സൃഷ്ടവസ്തുക്കളുടെ അവയുടെ ശക്തിയും പ്രവർത്തനവും മനുഷ്യരെ വിസ്മയിപ്പിച്ചെങ്കിൽ, അത് ഇന്നും വിസ്മയിപ്പിക്കുന്നുണ്ട്, വിസ്മയിപ്പിച്ചെങ്കിൽ അവയുടെ സ്രഷ്ടാവ് എത്രയോ കൂടുതൽ ശക്തനെന്ന് അവർ ധരിക്കട്ടെ. അപ്പോൾ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കി ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടവസ്തുക്കളുടെ സൗന്ദര്യവും ശക്തിയുമൊക്കെ അനുഭവിച്ചതിൽ വിസ്മയിക്കുന്ന നമ്മൾ, അതിൻ്റെ ആഴങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയാതെ അവയുടെ മുൻപിൽ വിസ്മയസ്തബ്ധരായി നിൽക്കുന്ന നമ്മൾ, മനുഷ്യൻ എന്ത് മനസ്സിലാക്കണം? ഇത് ഇത്രമാത്രം ശക്തിയുള്ളതെങ്കിൽ, ഇവ ഇത്രമാത്രം സൗന്ദര്യമുള്ളതെങ്കിൽ, ഇവയെല്ലാം ഒന്നുമില്ലായ്മയിൽ നിന്നും സൃഷ്ടിച്ച സ്രഷ്ടാവായ ദൈവം എത്രയോ കൂടുതൽ ശക്തൻ, എത്രയോ സൗന്ദര്യത്തിൻ്റെ നിറവായിരിക്കും. ഇത് നാം മനസ്സിലാക്കണം. സൃഷ്ടികളുടെ ശക്തി സൗന്ദര്യങ്ങളിൽ നിന്ന് അവയുടെ സൃഷ്ടാവിൻ്റെ ശക്തി സൗന്ദര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം. നാം അറിയണം, സൃഷ്ടിയുടെ ശക്തി സൗന്ദര്യങ്ങളിൽ നിന്ന് അവയുടെ സൃഷ്ടാവിൻ്റെ ശക്തി സൗന്ദര്യങ്ങളെക്കുറിച്ച് നാം അറിയാം. അപ്പോൾ അവിടുന്ന് സർവശക്തനാണ്, എല്ലാ സൗന്ദര്യത്തിൻ്റെയും ഉറവിടമാണ്. ദൈവത്തെ അന്വേഷിക്കുകയും കണ്ടെത്താൻ ഇച്ഛിക്കുകയും ചെയ്യുമ്പോഴാകാം അവർ വ്യതിചലിക്കുന്നത്. അപ്പോൾ വ്യതിചലിക്കുന്നുണ്ട് എന്ന് ദൈവവചനം സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ഈ യാത്രയിലാണ് വ്യതിചലിക്കുന്നത്. അവരെ തികച്ചും കുറ്റപ്പെടുത്താൻ വയ്യ. കാരണം അവരെ വ്യതിചലിപ്പിക്കുന്ന ഒരുവനുണ്ട് അവിടെ, സാത്താൻ. അവിടുത്തെ സൃഷ്ടികളുടെ മധ്യേ ജീവിച്ച് അവർ അന്വേഷണം തുടരുകയാണ് ഇപ്പോഴും. ദൃശ്യവസ്തുക്കൾ, കണ്ണുകൊണ്ട് കാണുന്ന, ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ കഴിയുന്ന ദൃശ്യവസ്തുക്കൾ മനോഹരമാകയാൽ അവർ അതിൽ പ്രത്യാശ അർപ്പിക്കുന്നു. അവിടെ മനുഷ്യർ തെറ്റുപറ്റി. അവർ അതിൽ പ്രത്യാശ അർപ്പിക്കുന്നു. എങ്കിലും അവർക്ക് ന്യായീകരണമില്ല. ഇങ്ങനെ സൃഷ്ടവസ്തുക്കളിൽ പ്രത്യാശ അർപ്പിക്കുന്നതിൽ മനുഷ്യന് ന്യായീകരണം ഇല്ല. എന്താ കാരണം? ലോകത്തെ ആരാഞ്ഞ് ഇത്രയും അറിയാൻ കഴിഞ്ഞെങ്കിൽ, ലോകത്തെ ആരാഞ്ഞ് ഇത്രയും അറിയാൻ കഴിഞ്ഞെങ്കിൽ ഇവയുടെ എല്ലാം ഉടയവനെ കണ്ടെത്താൻ വൈകുന്നത് എന്തുകൊണ്ട്? അപ്പോൾ ഈ സൃഷ്ടവസ്തുക്കളുടെ ശക്തി സൗന്ദര്യങ്ങളെക്കുറിച്ച് അറിയുകയും അന്വേഷിക്കുകയും പഠിക്കുകയും വിശകലനം ചെയ്യുന്ന മനുഷ്യൻ എന്തേ അവയുടെ ഉറവിടമായ, അവയുടെ സ്രഷ്ടാവായ, എല്ലാ ശക്തി സൗന്ദര്യങ്ങളുടെയും പൂർണ്ണതയും ഉറവിടവുമായ ദൈവത്തെ എന്തേ അറിയുന്നില്ല?
അപ്പോൾ അവിടുന്നാണ് ഈ എല്ലാ മഹത്വത്തിനും യോഗ്യൻ. സർവ മഹത്വവും സ്രഷ്ടാവായ ദൈവപിതാവിന് ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്നുവെങ്കിലും ദൈവം എന്താ സാക്ഷ്യപ്പെടുത്തുന്നത്? മനുഷ്യനിലുള്ള മാനുഷികമായ അറിവിനാൽ അവൻ ദൈവത്തെ അറിയുന്നില്ല. 1 യോഹന്നാൻ 3:1. കണ്ടാലും ഈ എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്, ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെ ആണുതാനും. ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവിടുത്തെ സ്രഷ്ടാവായ ദൈവപിതാവിനെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ദൈവവചനം അസന്നിഗ്ധമായി പഠിപ്പിക്കുന്നു, ലോകം ദൈവത്തെ, സ്രഷ്ടാവായ ദൈവപിതാവിനെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കണം. ആദ്യം ദൈവമുണ്ട് എന്ന് വിശ്വസിക്കാത്തൊരു വ്യക്തിക്ക് എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും എന്ന് നാം പരിശോധിക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന വ്യക്തി ദൈവത്തെ അറിയണം. അറിയും തോറുമാണ് അവിടുത്തെ മഹത്വപ്പെടുത്താൻ കഴിയുക. എന്നാൽ ലോകം ദൈവത്തെ അറിയുന്നില്ല. അതുകൊണ്ടാണ് ലോകത്തിന് ദൈവത്തെ മഹത്വപ്പെടുത്താനും കഴിയാത്തത്. 1 കൊരിന്തോസ് 1:19-21. വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ നശിപ്പിക്കും, വിവേകികളുടെ വിവേകം ഞാൻ നിഷ്ഫലമാക്കുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. ഇത് പൂർത്തിയാക്കപ്പെടുന്ന കാലമാണ്. അതിൻ്റെ പൂർണ്ണതയിൽ പൂർത്തിയാക്കപ്പെടുന്ന സമയമാണ് അവസാന കാലം, നാം ജീവിച്ചിരിക്കുന്ന കാലഘട്ടം. ഇത് ദൈവത്തിൻ്റെ വാക്കാണ്. അത് കർത്താവ് ചോദിക്കുക, വിജ്ഞാനി എവിടെ? നിയമജ്ഞൻ എവിടെ? ഈ യുഗത്തിൻ്റെ താർക്കികൻ എവിടെ? അപ്പോൾ ഈ ലോകത്തിലെ സർവവിജ്ഞാനവും നിറഞ്ഞിരിക്കുന്ന, എല്ലാ അറിവും എല്ലാ തർക്കശാസ്ത്രത്തിൽ പ്രാവീണ്യവുമുള്ള വ്യക്തികളോട് ദൈവം ചോദിക്കുക, എവിടെ എല്ലാവരും? അതായത് ദൈവം അവിടുത്തെ ഉന്നതമായ രക്ഷ നൽകി ദൈവത്തിൻ്റെ നീതിവിധികൾ വെളിപ്പെടുമ്പോൾ ഈ വിജ്ഞാനവും ഈ അറിവും ഈ തങ്ങൾക്കുണ്ടെന്നുള്ള തങ്ങളുടെ അറിവിൻ്റെ വിജ്ഞാനത്തിൻ്റെ സമൃദ്ധിയിലിരിക്കുന്നവർ എവിടെയെന്ന് കർത്താവ് ചോദിക്കുന്നു. ലൗകിക വിജ്ഞാനത്തെ ദൈവം ഭോഷത്വമാക്കിയില്ലയോ? ഇത് മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയില്ല. പലപ്പോഴും ലൗകിക വിജ്ഞാനത്തെ ഭോഷത്വമാക്കി മാറ്റാൻ പോകുന്ന ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ലൗകിക വിജ്ഞാനത്താൽ അവിടുത്തെ അറിഞ്ഞില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ലോകം ദൈവത്തെ അറിയുന്നില്ല എന്ന് പറയുന്നത്? ലോകത്തിന് കൈമുതലായി ഉള്ളത് ലൗകിക വിജ്ഞാനമാണ്. ഭൗതികമായ ഈ ശരീരത്തിൻ്റെ കഴിവിനാൽ, ബുദ്ധിശക്തിയാൽ മനുഷ്യൻ ആർജിച്ചെടുക്കുന്ന അറിവ്, ഭൗതിക വിജ്ഞാനം. ഈ വിജ്ഞാനം കൊണ്ട് ദൈവത്തെ അറിയാൻ കഴിയില്ല. ഏക സത്യ ദൈവത്തെ അറിയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ലോകം ദൈവത്തെ അറിയുന്നില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അറിയാത്തതിനെ എങ്ങനെ മഹത്വപ്പെടുത്തും? പ്രിയപ്പെട്ടവരെ, ഈ പ്രപഞ്ചം നമ്മൾ പരിശോധിച്ചാൽ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് അനുഭവത്തിലൂടെ ദൈവത്തെക്കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും. എന്നാൽ ദൈവവചനം അസന്നിഗ്ധമായി പഠിപ്പിക്കുന്നു. യോഹന്നാൻ 1:18 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ അവിടുത്തെ പുത്രനാണ്, യേശു ക്രിസ്തുവാണ് അവിടുത്തെ ദൈവത്തെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ പിതാവിനെ അറിയുന്നത് പുത്രനിലൂടെ മാത്രമാണ്. അതിന് വഴി അവൻ മാത്രമാണ്. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് വന്ന ദൈവപുത്രന് ദൈവം നൽകിയ ഏറ്റവും വലിയൊരു ദൗത്യമാണ് പിതാവിനെ വെളിപ്പെടുത്തുക. എന്നാൽ നമുക്കറിയാം, സുവിശേഷങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാം, യേശു ക്രിസ്തു പ്രസംഗിച്ചത് മുഴുവൻ ഉപമകൾ വഴിയാണ്. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 16:25 യേശു ക്രിസ്തു തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, ഉപമകൾ വഴിയാണ് ഞാൻ ഇതെല്ലാം നിങ്ങളോട് സംസാരിച്ചത്. എന്നാൽ ഉപമകളിലൂടെ അല്ലാതെ
ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയം വരുന്നു. ഇതവൻ്റെ രണ്ടാം വരവിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ പിതാവിനെ പറ്റി സ്പഷ്ടമായി ഞാൻ നിങ്ങളെ അറിയിക്കും. അപ്പോൾ അതൊരു പ്രവചനമാണ്. 2000 വർഷം മുമ്പ് ദൈവപുത്രൻ യേശു ക്രിസ്തു നടത്തിയ ഒരു വലിയ പ്രവചനം. അവൻ്റെ രണ്ടാം വരവിൽ പിതാവിനെ, ദൈവപിതാവിനെ പറ്റി, ഏക സത്യ ദൈവത്തെ പറ്റി സ്പഷ്ടമായി, ഒരു മറയുമില്ലാതെ, ഉപമകളിലൂടെ അല്ലാതെ പഠിപ്പിക്കും. അപ്പോൾ കർത്താവ് പൊടുന്നനവെ വാനമേഘങ്ങളിൽ മധ്യാകാശത്തിൽ വരും എന്ന് മാത്രം കരുതിയിരിക്കുന്നവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, ഉൾക്കൊള്ളാനും കഴിയില്ല. അപ്പോൾ രണ്ടാം വരവിൽ ദൈവപുത്രൻ നമ്മളെ പിതാവിനെ പറ്റി സ്പഷ്ടമായി പഠിപ്പിക്കണം. എന്നാൽ രണ്ടാം വരവിൽ അവൻ നേരിട്ട് പഠിപ്പിക്കുകയുമില്ല എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം ഒരു മാർഗം ദൈവപിതാവ് ഈ പുസ്തകത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ മാത്രമാണ് പിതാവിനെ നമുക്ക് യഥാർത്ഥത്തിൽ അറിയാൻ കഴിയും. അങ്ങനെ അറിയും തോറും നാം അവിടുത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കും. കാരണം അവിടുന്ന് എല്ലാ മഹത്വത്തിനും യോഗ്യനാണ്. സർവ മഹത്വവും അത്യുന്നതനായ ദൈവപിതാവിന് ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ദൈവപിതാവിനെ അറിഞ്ഞ് അവിടുത്തെ മഹത്വപ്പെടുത്തണം. ഇപ്പം ഇവിടെ എന്നാൽ മനുഷ്യൻ ദൈവത്തെ അറിയാൻ വിസമ്മതിക്കുന്നവനാണ് എന്നും വചനം സാക്ഷ്യപ്പെടുന്നുണ്ട്. അവന് താല്പര്യമില്ല. കാരണം ഈ ലോകത്തിൻ്റെ ജഡിക സുഖങ്ങളിലും ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലും മഹത്വത്തിലും മുഴുകി അതിൽ ആനന്ദം കണ്ടെത്തി ജീവിക്കുന്ന മനുഷ്യന്, ഈ ലോക ജീവിതത്തിൽ മാത്രം പ്രത്യാശ വെച്ച് ജീവിക്കുന്ന മനുഷ്യന് എങ്ങനെ ദൈവത്തെ അറിയാൻ മനസ്സുണ്ടാവും? ദൈവത്തിൽ നിന്നുള്ളവർക്ക് മാത്രമേ ദൈവത്തെ അറിയാൻ മനസ്സുണ്ടാവുള്ളൂ, ആ അഭിലാഷം ഉണ്ടാവുള്ളൂ. ജ്ഞാനം 15:11 തന്നെ സൃഷ്ടിക്കുകയും പ്രവർത്തനനിരതമായ ആത്മാവിനാൽ പ്രചോദിപ്പിക്കുകയും ജീവചൈതന്യത്തെ തന്നിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്ത ദൈവത്തെ അറിയാൻ അവൻ വിസമ്മതിച്ചു. ശ്രദ്ധിക്കണേ, ദൈവമാണ് ജീവചൈതന്യം നൽകിയത്, ദൈവമാണ് സൃഷ്ടിച്ചത്, ദൈവമാണ് ആത്മാവിനാൽ പ്രചോദിപ്പിക്കുന്നത്. ഇതൊക്കെ ചെയ്യുന്ന ദൈവം തന്നെയാണ്. പക്ഷേ ഈ വായ്പ വാങ്ങിയ ചൈതന്യം മാത്രമുള്ള മനുഷ്യൻ തൻ്റെ ഉടയവനായ ദൈവത്തെ അറിയാൻ വിസമ്മതിക്കുന്നു. വാക്ക് ശ്രദ്ധിച്ച്, മനുഷ്യൻ വിസമ്മതിക്കുന്നു, മനസ്സിൽ നിന്ന് ദൈവത്തെ അറിയാൻ. ഇതാണ് ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു പ്രതിഭാസം. അപ്പോൾ ദൈവത്തെ അറിയാൻ വിസമ്മതിക്കുന്നവൻ എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തും? ജ്ഞാനം 15:10 അതിന് തൊട്ട് മുമ്പ് ദൈവത്തിൻ്റെ ജ്ഞാനം പറയുക, അവൻ്റെ ഹൃദയം ചാമ്പലും പ്രത്യാശ കുപ്പയേക്കാൾ വില കുറഞ്ഞതും ജീവിതം കളിമണ്ണിനേക്കാൾ നിസ്സാരവുമാണ്. എത്ര ശക്തമാണ് വചനമെന്ന് പരിശോധിച്ച്. ദൈവത്തെ അറിയാൻ വിസമ്മതിക്കുന്നവൻ്റെ ഹൃദയം ചാമ്പലും അവൻ്റെ പ്രത്യാശ കുപ്പയേക്കാൾ വില കുറഞ്ഞതും ജീവിതം കളിമണ്ണിനേക്കാൾ നിസ്സാരവുമാണ്. അപ്പോൾ മനുഷ്യൻ ദൈവത്തെ അറിയാൻ വിസമ്മതിക്കുന്ന മനുഷ്യൻ്റെ അവസ്ഥ, അവർക്കങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും? പ്രിയപ്പെട്ടവരെ, ഇനി ദൈവത്തെക്കുറിച്ചറിയാൻ കഴിയുന്നതൊക്കെ അറിഞ്ഞിട്ടും ആ ദൈവത്തെ തിരസ്കരിക്കുന്ന ഒരു വലിയ ഗുണമുണ്ട്. നിയമാവർത്തനം 32:15-18 യെശുറൂൻ തടിച്ചു ശക്തനായി, കൊഴുത്തു മിനുങ്ങി, അവൻ തന്നെ സൃഷ്ടിച്ച ദൈവത്തെ ഉപേക്ഷിക്കുകയും തൻ്റെ രക്ഷയുടെ പാറയെ പുച്ഛിച്ചു തള്ളുകയും ചെയ്തു. ഇത് 3500 വർഷം മുമ്പ് ദൈവത്തിൻ്റെ ശക്തനായ പ്രവാചകൻ മോശ വഴി ദൈവം നടത്തിയ ഒരു പ്രവചനമാണ്. ഇത് ഇന്ന് പൂർത്തിയായിരിക്കും. തന്നെ സൃഷ്ടിച്ച ദൈവത്തെ ഉപേക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവമാണ് സൃഷ്ടാവ് എന്ന് പഠിപ്പിച്ച് ദൈവത്തിലേക്ക് മനുഷ്യനെ തിരിക്കേണ്ട, ദൈവത്തിന് വേണ്ടി മനുഷ്യനെ പിടിക്കേണ്ടവർ തന്നെ ദൈവം ഇതൊന്നും സൃഷ്ടിച്ചതല്ലെന്നും അങ്ങനെയൊന്നും സൃഷ്ടിക്കാൻ ദൈവം ഒരു മാന്ത്രികനല്ലെന്നും മാന്ത്രിക വടിയും പിടിച്ചു നിൽക്കുന്ന ഒരാളല്ലെന്നും ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊന്നും അല്ലെന്നും പറഞ്ഞ് സ്രഷ്ടാവായ ദൈവത്തെ നിഷേധിച്ച ശ്രേഷ്ഠന്മാരുടെ കാലമാണ് ഇത്. എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും ദൈവജനത്തിന്?
അതുകൊണ്ട് ഈ പ്രവചനം മോശയുടെ വാക്ക് അവരിൽ ഇന്ന് പൂർത്തിയായിരിക്കുന്നു. അവർ തന്നെ സൃഷ്ടിച്ച ദൈവത്തെ ഉപേക്ഷിക്കുകയും തൻ്റെ രക്ഷയുടെ പാറയെ, ഏകരക്ഷകനായ യേശു ക്രിസ്തുവിനെ പുച്ഛിച്ച് തള്ളുകയും ചെയ്യുന്നു. നിനക്ക് ജന്മം നൽകിയ ശിലയെ നീ അവഗണിച്ചു. നിനക്ക് രൂപമേകിയ ദൈവത്തെ നീ വിസ്മരിച്ചു. ഇത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ കുറ്റപ്പെടുത്തൽ. ഇത് ദൈവത്തിൻ്റെ വിധിവാചകം. അപ്പോൾ ദൈവത്തെ തിരസ്കരിക്കുന്നതിന് എങ്ങനെയാ ദൈവത്തിന് മഹത്വം നൽകുക? അപ്പം പകരം ആർക്ക് മഹത്വം നൽകും? മനുഷ്യന് മഹത്വം കൊടുക്കും, അല്ലെങ്കിൽ തിന്മയുടെ ശക്തിക്ക് മഹത്വം കൊടുക്കും. അതല്ലേ സ്വാഭാവികം. ജെറമ്യ 2:12-13. ഇത് ജെറമ്യ പ്രവാചകനോട് ദൈവം നടത്തിയ ഒരു വലിയ കുറ്റാരോപണം. ആകാശങ്ങളെ ഭയന്ന് നടുങ്ങുവിൻ, സംഭ്രമിക്കുവിൻ, ഞെട്ടിവിറയ്ക്കുവിൻ, കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ ഈ പ്രവൃത്തിയുടെ ഫലം, ഈ പ്രവൃത്തിക്ക് ദൈവം കൊടുക്കാൻ പോകുന്ന ശിക്ഷയുടെ കാഠിന്യം ഓർത്ത് മാലാഖമാരോട് പോലും ദൈവം പറയുക, ഭയന്ന് ഞെട്ടിവിറയ്ക്കാൻ. അത്ര കഠിനമായ ശിക്ഷയാണ് ദൈവത്തെ നിഷേധിക്കുന്നവരുടെ മേൽ ദൈവം ചൊരിയുന്നത്. എന്തെന്നാൽ എൻ്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു. പകരം ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. ഈ വചനങ്ങൾ അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ പൂർത്തിയായി. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹോസിയ 4:1. ഇസ്രായേൽ ജനമേ, കർത്താവിൻ്റെ വാക്കു കേൾക്കുക. ദേശവാസികൾക്കെതിരെ അവിടുത്തേക്കൊരു ആരോപണമുണ്ട്. ഇവിടെ വിശ്വസ്തതയോ സ്നേഹമോ ഇല്ല. ദൈവവിചാരം ദേശത്തറ്റുപോയിരിക്കും. അപ്പോൾ ഇന്ന് ലോകം മുഴുവനുള്ള മനുഷ്യൻ്റെ പ്രവൃത്തികളും ചിന്തകളും താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും അവൻ നെട്ടോട്ടമോടുന്ന കാര്യങ്ങളുമൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാം, ദൈവവിചാരം അറ്റുപോയിരിക്കുന്നു. അവൻ്റെ ചിന്തകളിലോ പ്രവൃത്തികളിലോ ദൈവത്തിനൊരു സ്ഥാനവുമില്ല. ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്നറിഞ്ഞിട്ടല്ല മനുഷ്യൻ തീരുമാനമെടുക്കുന്നതും ആലോചിച്ചുറയ്ക്കുന്നതും. ദൈവത്തിൻ്റെ ഇഷ്ടം ആരും അന്വേഷിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം നൽകാൻ എന്തു ചെയ്യണം ഇത് അന്വേഷിക്കുന്നില്ല. ദൈവത്തെക്കുറിച്ച് ചിന്തയേയില്ല. ദൈവത്തിൻ്റെ കൽപ്പനകളെയും ദൈവത്തിൻ്റെ വചനത്തെയും നിസ്സാരമായി തള്ളിക്കളഞ്ഞു, അവഗണിച്ച്, പുച്ഛിച്ച്, തിരസ്കരിച്ച് തള്ളി. അതുകൊണ്ടാണ് ദൈവം കുറ്റപ്പെടുത്തുന്നത്, ദേശത്ത് ദൈവവിചാരം അറ്റുപോയിരിക്കുന്നു. അപ്പോൾ ദൈവത്തെ അറിയാൻ വിസമ്മതിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ മഹത്വം നൽകാൻ കഴിയില്ല. എന്നാൽ ദൈവത്തെ അറിയാൻ ഹൃദയത്തിൽ അഗാധമായ അഭിലാഷമുള്ളവർക്ക്, തീവ്രമായ അഭിവാഞ്ചയുള്ളവർ എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തും. അവിടുത്തേക്ക് സർവമഹത്വവും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അംഗീകരിക്കാൻ കഴിയാത്ത മനുഷ്യൻ്റെ ഒരു ദുരവസ്ഥയെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പരിശുദ്ധ ബൈബിളിൽ പ്രസ്താവിക്കുന്നുണ്ട്. റോമ 1:18-22. മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം ആകാശത്തു നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. ഇതൊക്കെ നാം ശ്രദ്ധിച്ച് വായിക്കണം. കാരണം ഇത് ഇപ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. ദൈവത്തിൻ്റെ ക്രോധം വരുന്നത്, ഈ ഭൂമിയുടെ മേൽ ദുഷ്ടരുടെ മേൽ പതിക്കുന്നത് അന്ത്യകാലത്താണ് എന്ന് ദൈവവചനത്തോട് അല്പമെങ്കിലും പരിചയമുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒരു സമയമുണ്ട്, ദൈവത്തിൻ്റെ ക്രോധം വരുന്ന സമയം. എന്തിനെതിരെയാ? മനുഷ്യനിലെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം. അപ്പോൾ അതാരെക്കുറിച്ചാണെന്ന് വ്യക്തമായി താഴെ വായിച്ചാൽ കാണും. അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു, ദൈവവചനത്തിന് വിലങ്ങുവെക്കുന്നവർ. തങ്ങളുടെ പ്രബോധനം കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ദൈവവചനത്തെ തളച്ചിടുന്നവർ. വരുന്നുണ്ട് ദൈവത്തിൻ്റെ ക്രോധം. ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം. അപ്പോൾ ഇന്ന് വരെ
ദൈവം വെളിപ്പെടുത്തി കൊടുത്തതൊക്കെ അറിയാം. പൂർണ്ണമായിട്ട് അറിയാവുന്നല്ല, അറിയാൻ ഇന്ന് വരെ കഴിയുന്നതൊക്കെ അവർക്കറിയാം. ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അവർ സ്വയം ആർജിച്ചതല്ല, ബുദ്ധിശക്തി കൊണ്ട് അറിഞ്ഞതല്ല, ദൈവം വെളിപ്പെടുത്തി കൊടുത്താണ്. ലോക സൃഷ്ടി മുതൽ ദൈവത്തിൻ്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും, അതാണ് അവിടുത്തെ അദൃശ്യ പ്രകൃതി, സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കത് കാണാൻ കഴിയും. കണ്ണുണ്ടെങ്കിൽ അത് തേടിയാൽ കാണാൻ കഴിയും. അതുകൊണ്ട് അവർക്ക് ഒഴികഴിവില്ല. അതുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ ന്യായീകരണമില്ല എന്ന് ഈ സത്യത്തെ തളച്ചിടുന്നതിലും തങ്ങളുടെ അനീതിക്കുമൊന്നും ഒരു ന്യായീകരണവുമില്ല. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നു എങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. ദൈവത്തിൻ്റെ കുറ്റാരോപണമാണ്. ദൈവമാണ് ഈ കുറ്റാരോപണം നടത്തുന്നത്. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നു എങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. അപ്പോൾ മനുഷ്യൻ ചെയ്യുന്നൊരു വലിയ തിന്മയാണ് ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്താതിരിക്കുക. അവിടുത്തെ എല്ലാ പ്രവൃത്തികളെയും പ്രഘോഷിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്താതിരിക്കുക. അതുകൊണ്ട് ദൈവമക്കൾ അനവരതം എല്ലാ മഹത്വവും ദൈവത്തിന് നൽകി അവിടുത്തെ മഹത്വപ്പെടുത്തണം. അവിടത്തേക്ക് എല്ലാ മഹത്വവും സർവമഹത്വവും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റി? അവർക്ക് കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ മഹത്വപൂർണമായ ഈ സുവിശേഷത്തിൻ്റെ പ്രകാശം ദൃശ്യമല്ല. ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ പൂർണ്ണത അന്ത്യകാലത്ത് പ്രഘോഷിക്കപ്പെടുമ്പോൾ അതിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. അപ്പോൾ ലോകത്തിൽ മനുഷ്യരുടെ മുൻപിൽ ജ്ഞാനികൾ എന്ന് അവകാശപ്പെടുന്നുണ്ടാകാം, അല്ലെങ്കിൽ മനുഷ്യൻ ബഹുമാനിക്കുന്നുണ്ടാകാം. പക്ഷേ ദൈവം അവരെ എങ്ങനെ കാണുന്നു? ഭോഷന്മാരായി തീർന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം എഴുതപ്പെടുന്നത് ഇങ്ങനെ: ഒരുവൻ മനുഷ്യദൃഷ്ടിയിൽ ഒരുവൻ പരിപൂർണനെങ്കിലും ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനമില്ലെങ്കിൽ അവൻ ഒന്നുമല്ല, വട്ടപ്പൂജ്യം. അപ്പോൾ ദൈവത്തെ അറിയാൻ വിസമ്മതിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയാത്ത മനുഷ്യൻ്റെ ദുരവസ്ഥ ഇവിടെ വർണ്ണിച്ചിരിക്കുകയാണ്. യാക്കോബ് 2:19. ഇതൊരു ഗൗരവമുള്ള വേറെ കാര്യം കൂടെയുണ്ട്. ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു, അത് നല്ലത് തന്നെ. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നു, അവർ ഭയന്ന് വിറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവം ഏകനാണെന്നും ദൈവമുണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ, ആ ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്തണം. ഇന്ന് മനുഷ്യൻ, ഇവിടെ പിശാചുകളൊക്കെ പറഞ്ഞിരിക്കുക, അവർക്കും അറിയാം ദൈവം ഏകനാണെന്ന്, അവർക്കറിയാം ഏക സത്യദൈവം ആരാന്ന്. അവർ അവിടുത്തെ മുമ്പിൽ ഭയന്ന് വിറയ്ക്കുന്നു. സാത്താനും പിശാചുക്കളും ഭയന്ന് വിറയ്ക്കും. പക്ഷേ മനുഷ്യൻ, ദൈവത്തിന് സൃഷ്ടിയായ മനുഷ്യൻ ദൈവത്തെ അംഗീകരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. ആ ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്താൻ വിസമ്മതിക്കുന്നവരായി. 2 സാമുവേൽ 6:21-22 മനോഹരമായ ഒരു ദൃശ്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഏകദേശം 3000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവജനത്തെ ഭരിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ദാവീദ് രാജാവ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നൃത്തം ചെയ്ത് ആരാധിച്ചപ്പോൾ അവൻ്റെ ഭാര്യ സാവൂളിൻ്റെ മകൾ മിഖാൽ ദാവീദിനെ നിന്ദിച്ചു. അങ്ങനെ ചെയ്തതിന് അവളോട് ദാവീദ് പറയുന്ന, ദൈവത്തിൻ്റെ ജ്ഞാനം പറയുന്ന ഉത്തരമാണത്. ദാവീദ് മിഖാലിനോട് പറഞ്ഞു, നിന്റെ പിതാവിനും കുടുംബത്തിനും മേൽ കർത്താവിൻ്റെ ജനമായ ഇസ്രായേലിന് രാജാവായി നിയമിക്കുന്നതിന് എന്നെ തെരഞ്ഞെടുത്ത കർത്താവിൻ്റെ മുൻപിലാണ് ഞാൻ നൃത്തം ചെയ്തത്. മനുഷ്യരെ പ്രസാദിപ്പിക്കാനോ അവൻ്റെ സ്വയം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി അല്ല നൃത്തം ചെയ്തത്, കർത്താവിന് മുൻപാകെ കർത്താവിനെ മഹത്വപ്പെടുത്താൻ.
കർത്താവിൻ്റെ മുൻപിൽ ഞാൻ ആനന്ദ നൃത്തം ചെയ്യും. ദാവീദ് മഹാരാജാവ് പറയുക, കർത്താവിന് മുൻപിൽ അവിടുത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആനന്ദ നൃത്തം ചെയ്യും. അതെ, കർത്താവിൻ്റെ മഹത്വത്തിന് ഞാൻ നിന്റെ മുൻപിൽ ഇതിൽ കൂടുതൽ അധിക്ഷേപാർഹനും നിന്നിനുമാവും. അപ്പോൾ അനേകർക്ക് ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്താനോ അവിടുത്തെ പ്രകീർത്തിക്കാനോ അവിടുത്തെ സ്തുതിക്കാനോ അവിടുത്തെ മഹത്വം പറയാനോ കഴിയാത്ത എന്തുകൊണ്ടാണ്? അവർക്ക് നാണക്കേട്, കുറച്ചിലാണ്. ദൈവത്തെ ദൈവമായി മഹത്വപ്പെടുത്തുന്നത്, ദൈവത്തെ അംഗീകരിക്കുന്നത് ഒരു പോരായ്മയായി കരുതുന്നവർ, നിന്ദ്യമായി കരുതുന്നവർ, ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ ജനങ്ങളുടെ മുമ്പിൽ കുറച്ചിലാകും എന്ന് കരുതുന്നവർ, മനുഷ്യരുടെ മുൻപിൽ മഹത്വം നഷ്ടപ്പെടാതിരിക്കാൻ ദൈവത്തെ ദൈവമായി അംഗീകരിക്കാനോ മഹത്വപ്പെടുത്താനോ മനസ്സില്ലാത്തവർ. ഇവിടെ എന്താ ദാവീദ് പറഞ്ഞേ? എൻ്റെ കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി സകലരുടെ മുമ്പിൽ, നിന്റെ മുൻപിലും ഇതിൽ കൂടുതൽ അധിക്ഷേപാർഹനും നിന്ദിനുമാകാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് കണ്ടാൽ, മനുഷ്യൻ കണ്ടാൽ, ആ മനുഷ്യർ ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരെ നിന്ദിക്കും എന്നുറപ്പാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവർ ഈ ലോകത്തിന് മുമ്പിൽ അധിക്ഷേപാർഹരാകും എന്നുറപ്പാണ്. എങ്കിലും ദൈവമക്കൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ കഴിയില്ല. സർവമഹത്വവും സർവസ്തുതിയും അത്യുന്നതനായ ദൈവപിതാവിനുണ്ടായിരിക്കട്ടെ. അപ്പോൾ മനുഷ്യൻ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വിസമ്മതിക്കുന്നതിൻ്റെ കുറേ കാര്യമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ നമുക്കറിയാം ദൈവസ്നേഹം വേണം. എന്നാൽ നമ്മൾ പരിശുദ്ധ ബൈബിൾ പരിശോധിച്ചാൽ അവസാന കാലത്ത് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെക്കുറിച്ച്, അവരുടെ പ്രത്യേകതകളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ട്. 2 തിമോത്തിയോസ് 3:1-4. ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കുക. അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർവിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും കൃതജ്ഞരും വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും. ഇതൊക്കെയല്ലേ നമ്മൾ ചുറ്റും നോക്കിയാൽ കാണുന്നത്? അവർ മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും അപവാദം പറയുന്നവരും ആത്മനിയന്ത്രണമില്ലാത്തവരും ക്രൂരന്മാരും നന്മയെ വെറുക്കുന്നവരും വഞ്ചകരും എടുത്തുചാട്ടക്കാരും അഹന്തയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരുമായിരിക്കും. ഇതിലെ ഓരോ വാക്കുകളും നാം എടുത്ത് നാം ഇന്നായിരിക്കുന്ന ലോകത്തെ പരിശോധിച്ചാൽ ഇതെല്ലാം അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ നാം നിറവേറുന്നത് കാണും. അപ്പോൾ എന്താ ഈ മനുഷ്യരെക്കുറിച്ച് പറഞ്ഞിരിക്കണേ? ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവർ. അപ്പോൾ സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവർ ഈ ജീവിതത്തിൽ ഈ ലോകം തരുന്ന സുഖങ്ങളും ഈ ചട്ടത്തിൻ്റെ സുഖങ്ങളും ലഭിക്കുവാൻ വേണ്ടി അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും അതിന് പുറകെ ഓടുകയും ചെയ്യുന്നവരിൽ ദൈവസ്നേഹമില്ല എന്നുറപ്പാണ്. ഇത് തന്നെ യോഹന്നാൻ ലേഖനത്തിൽ നമുക്ക് കാണാം. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ അവരിൽ പിതാവിൻ്റെ സ്നേഹമുണ്ടായിരിക്കില്ല. അപ്പോൾ ദൈവസ്നേഹമില്ലാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും? അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തണമെങ്കിൽ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം, ആ ദൈവത്തെ അറിയണം, ആ ദൈവത്തെ അംഗീകരിക്കുകയും ആ ദൈവത്തിനെല്ലാം മഹത്വം നൽകുകയും ചെയ്യാനും കഴിയണം. ദൈവസ്നേഹം നമ്മളുണ്ടാകണം. ഇതില്ലാത്തത് കൊണ്ടാണ് മനുഷ്യന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയാത്തത്. എന്നാൽ നമ്മിലേക്ക് ദൈവസ്നേഹം വരുന്തോറും നാം അവിടുത്തെ മഹത്വപ്പെടുത്തും. എല്ലാ പ്രവൃത്തികളിലും എപ്പോഴും എല്ലായിടത്തും അത്യുന്നതനായ ദൈവപിതാവിന് സർവ മഹത്വവും, അവിടത്തേക്ക് മാത്രം സർവ മഹത്വവും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇന്ന് നമ്മൾ എന്താ കാണുന്നത്? ദൈവത്തെക്കാളധികം
മനുഷ്യനെ ഇന്ന് മഹത്വപ്പെടുത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഒരു എസ്തേറിൻ്റെ പുസ്തകം 13-ാം അധ്യായം 14-ാമത്തെ പദം. എന്നാൽ ഞാൻ ഇത് ചെയ്തത് മനുഷ്യൻ്റെ മഹത്വം ദൈവത്തിൻ്റെ മഹത്വത്തേക്കാൾ ഉയർത്തിക്കാട്ടാതിരിക്കാനാണ്. ഞാൻ ഇത് ചെയ്തത് മനുഷ്യൻ്റെ മഹത്വം ദൈവത്തിൻ്റെ മഹത്വത്തേക്കാൾ ഉയർത്തിക്കാട്ടാതിരിക്കാനാണ്. അപ്പോൾ മനുഷ്യനെ മഹത്വപ്പെടുത്തുന്ന മനുഷ്യൻ ഒരിക്കലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നില്ല. നമ്മൾ സുവിശേഷങ്ങൾ വായിച്ചാൽ കാണാം, യേശു ക്രിസ്തു എന്ത് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചപ്പോഴും അവിടെ എഴുതിയിട്ടുണ്ട്, മനുഷ്യർ ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു ക്രിസ്തു ഒരിക്കലും സ്വയം മഹത്വം അന്വേഷിച്ചില്ല. അവൻ്റെ പ്രബോധനങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയും ഒന്നും അവൻ സ്വയം മഹത്വം അന്വേഷിച്ചില്ല. അവനെ കേട്ട മനുഷ്യരുടെ മഹത്വവും അന്വേഷിച്ചില്ല. ദൈവം അയച്ചവരെല്ലാം അങ്ങനെ തന്നെയാണ്, ഇന്നും അങ്ങനെ തന്നെയാണ്. അവർ ദൈവത്തിൻ്റെ മഹത്വം മാത്രമാണ് അന്വേഷിക്കുന്നത്. അതാണ് ദൈവമാണ് അയച്ചതെന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവ്. ദൈവത്താൽ അയക്കപ്പെട്ടവർ എപ്പോഴും ദൈവത്തിൻ്റെ മഹത്വം മാത്രം അന്വേഷിക്കും. എന്നാൽ തങ്ങളുടെ പ്രവൃത്തികളിലൂടെ ദൈവം തങ്ങൾക്ക് തന്ന കഴിവും ശക്തിയുമൊക്കെ തങ്ങളുടെ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവരിൽ നിന്നും അനീതിയെ പുറപ്പെടുകയുള്ളൂ എന്ന് തന്നെയാണ് വചനം സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ മനുഷ്യരെക്കാളധികം, അതിലെത്രയോ എത്രയോ എത്രയോ അധികം നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഒന്ന് ചിന്തിച്ചേ, നമ്മൾ മനുഷ്യൻ മറ്റുള്ളവരെ പ്രശംസിക്കാറുണ്ട്, മഹത്വപ്പെടുത്താറുണ്ട്. ഏതെങ്കിലും ആ വ്യക്തിയുടെ എന്തെങ്കിലും കഴിവുകൾ വെളിപ്പെടുമ്പോൾ, മറ്റുള്ളവർക്കില്ലാത്ത എന്തെങ്കിലും ശക്തിവിശേഷങ്ങൾ വെളിപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തി ഏതെങ്കിലും ഒരു നിലയിൽ നേട്ടങ്ങൾ കൊയ്യുമ്പോൾ, വിജയം വരിക്കുമ്പോൾ, ഭൗതിക ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കുമ്പോൾ ഒക്കെ മനുഷ്യർ മഹത്വപ്പെടുത്താറുണ്ട് അവരെ. എന്നാൽ ഒന്ന് ചിന്തിച്ച്, സൗന്ദര്യത്തിൻ്റെ പേരിൽ നാം ഒരാളെ മഹത്വപ്പെടുത്തുമ്പോൾ നാം തിരിച്ചറിയണ്ടേ, ഈ സൗന്ദര്യത്തിൻ്റെ ഉറവിടവും സൃഷ്ടാവുമായ ദൈവം എത്രയോ സൗന്ദര്യവാനായിരിക്കും. ശക്തിയുടെ പേരിൽ നാം ഒരാളെ മഹത്വപ്പെടുത്തുമ്പോൾ നാം തിരിച്ചറിയണ്ടേ, ഈ ശക്തി പുറപ്പെട്ട, ഈ ശക്തി നൽകിയ, ഈ ശക്തി സൃഷ്ടിച്ച, ഈ ശക്തി വെളിപ്പെടുന്ന മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ശക്തി എത്ര വലുതായിരിക്കും. അങ്ങനെ ഏത് ഗുണഗണങ്ങളെടുത്തോ, ഏത് പ്രവൃത്തികളും എടുത്തോ, അതിൻ്റെ എല്ലാം പൂർണ്ണത ഒരാളിലാണ്, ദൈവപിതാവിൽ. അപ്പോൾ അവിടുന്ന് എത്രയോ അധികം മഹത്വത്തിന് യോഗ്യനാണ്. നാം ഈ ഭൂമിയിൽ മറ്റുള്ളവരെ മഹത്വപ്പെടുത്തുന്ന എല്ലാ നന്മകളുടെയും പൂർണ്ണത, പരിപൂർണതയാണ്, അപ്പെക്സാണ് അത്യുന്നതനായ ദൈവപിതാവ്. അതുകൊണ്ട് ഈ എല്ലാ മഹത്വവും, സർവമഹത്വവും, സ്തുതിയും എന്നുവെന്നേക്കും ദൈവപിതാവിനുണ്ടായിരിക്കട്ടെ. അവിടുന്നാണ് എല്ലാ മഹത്വത്തിനും യോഗ്യൻ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 12, 21, 23. 2000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന് മഹത്വം നൽകാതെ മനുഷ്യന് മഹത്വം നൽകി, അല്ലെങ്കിൽ മനുഷ്യർ കൊടുത്ത മഹത്വം സ്വീകരിച്ച ഒരു വ്യക്തിക്ക് സംഭവിച്ച ദുരന്തമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒരു നിശ്ചിത ദിവസം ഹെറോദോസ് രാജകീയ വസ്ത്രങ്ങൾ ധരിച്ച് സിംഹാസനത്തിൽ ഉപവിഷ്ടനായി അവരോട് പരസ്യമായി സംസാരിച്ചു. ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു, ഇതൊരു ദേവൻ്റെ സ്വരമാണ്, മനുഷ്യൻ്റേതല്ല. പെട്ടെന്ന് കർത്താവിൻ്റെ ഒരു ദൂതൻ അവനെ അടിച്ചു വീഴ്ത്തി. കർത്താവിൻ്റെ ഒരു ദൂതൻ അവനെ അടിച്ചു വീഴ്ത്തി. എന്തെന്നാൽ ദൈവത്തിന് അവൻ മഹത്വം നൽകിയില്ല. പുഴുക്കൾക്കിരയായി അവൻ അന്ത്യശ്വാസം വലിച്ചു. അപ്പോൾ ദൈവത്തിന് നൽകേണ്ട മഹത്വം ദൈവത്തിന് നൽകാതെ സൃഷ്ടികൾക്ക് നൽകിയാൽ എന്തു ദുരന്തമാണ് ഉണ്ടാകുക എന്ന് ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നു. സർവമഹത്വവും സർവസ്തുതിയും അത്യുന്നതനായ ദൈവപിതാവിനുണ്ടായിരിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 115:1. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകേണ്ടത്.
ഞങ്ങൾക്കല്ല കർത്താവേ, മനുഷ്യനല്ല കർത്താവേ, അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും പ്രതി അങ്ങയുടെ നാമത്തിന് സർവമഹത്വവും ഉണ്ടായിരിക്കട്ടെ. അപ്പം നാം എപ്പോഴും ഈ ദൈവത്തിന് മഹത്വം നൽകുന്നതാണ് വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം കാണുന്നത്. യെശയ്യാ 42:8 ഞാനാണ് കർത്താവ്, അതാണ് എൻ്റെ നാമം, എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകുകയില്ല. അപ്പോൾ ദൈവത്തിന് നൽകേണ്ട മഹത്വം മറ്റാർക്ക് നൽകിയാലും ദൈവ തിരുസന്നിധിയിൽ നീ ദൈവത്തിൻ്റെ ക്രോധത്തിന് പാത്രമാവും. എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും നൽകുകയില്ല. പ്രിയപ്പെട്ടവരെ, അപ്പോൾ എല്ലാ മഹത്വത്തിനും യോഗ്യനാണ് സ്വർഗസ്ഥനായ ഏക സത്യ ദൈവമായ നമ്മുടെ പിതാവ്. പ്രിയപ്പെട്ടവരെ, ദൈവമെല്ലാം മഹത്വത്തിനും യോഗ്യനല്ലേ? ദൈവത്തെക്കുറിച്ച് നാം അറിയും തോറും, അല്ല, ദൈവത്തെ നാം അറിയും തോറും അവിടുന്ന് എല്ലാ മഹത്വത്തിനും യോഗ്യനാണ് എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാവും. ഇവിടെ നമ്മൾ ദൈവത്തിൻ്റെ മഹത്വത്തിന് അവിടുത്തെ യോഗ്യനാക്കുന്ന അനേകം കാര്യങ്ങൾ പരിശുദ്ധ ബൈബിളിൽ കാണാം. പ്രഭാഷകൻ 43:26-31 സ്വന്തം ശക്തിയാൽ അവിടുന്ന് ലക്ഷ്യം പ്രാപിക്കുന്നു. അപ്പോൾ ദൈവത്തിന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോഴും മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴും ഈ കാര്യങ്ങൾ മുഴുവൻ അവിടുന്ന് പ്രവർത്തിക്കുമ്പോഴെല്ലാം അവിടത്തേക്കൊരു ലക്ഷ്യമുണ്ട്. അത് തകർക്കാൻ സാത്താനോ മനുഷ്യനോ കഴിയില്ല. അത് സ്വന്തം ശക്തിയാൽ അവിടുന്ന് ഈ ലക്ഷ്യം പ്രാപിക്കും. അവിടുത്തെ വചനത്താൽ എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു. മനുഷ്യൻ്റെ വിചാരം അവൻ്റെ കഴിവും ശക്തിയും അവൻ്റെ ശാസ്ത്ര സാങ്കേതിക അറിവും പരിജ്ഞാനവും കൊണ്ടാണ് അവൻ ഈ ലോകത്തെ ഭൂമിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് മനുഷ്യൻ ധരിച്ചു വെച്ചേക്കുന്നത്. എന്നാൽ സത്യമെന്താ? ഈ പ്രപഞ്ചത്തെ, ഭൂമിയെ മാത്രമല്ല സർവ്വചരാചരങ്ങളെയും പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച ദൈവം അവിടുത്തെ വചനത്താലാണ് എല്ലാം നിശ്ചിത മാർഗത്തിൽ കൊണ്ടുപോകുന്നത്. ദൈവമാണ് സകലത്തിൻ്റെയും നിയന്താവ്, മനുഷ്യനല്ല. എത്ര പറഞ്ഞാലും മുഴുവനാകില്ല. ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച്, അവിടുത്തെ പ്രകീർത്തിക്കേണ്ടതിനെക്കുറിച്ച് വചനം പറയുക, എത്ര പറഞ്ഞാലും മുഴുവനാകില്ല. എല്ലാറ്റിൻ്റെയും സാരം ഇതാണ്: അവിടുന്നാണ് സർവവും. അവ ഏത് വലിയ തത്വശാസ്ത്ര ചിന്തയും എത്രമാത്രം നാം കൂലങ്കഷമായി ചിന്തിച്ചാലും അവസാനം ഒരു സത്യത്തിൽ എത്തിച്ചേരും: ദൈവമാണ് സർവവും. അവിടുന്നാണ് എല്ലാം. അവിടുന്നാണ് എല്ലാറ്റിൻ്റെയും ഉറവിടം. അവിടുന്നാണ് എല്ലാ മഹത്വത്തിന് യോഗ്യൻ. അവിടുത്തെ വചനമാണ് എല്ലാം നയിക്കുന്നത്. ഇതാണ് എല്ലാത്തിൻ്റെയും സാരാംശം. അവിടുത്തെ പ്രകീർത്തിക്കാൻ എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക? കഴിയില്ല. മനുഷ്യനെ എത്ര ശക്തി കൊണ്ട് പ്രകീർത്തിച്ചാലും ഒന്നും ആവില്ല. എല്ലാ സൃഷ്ടികളെയും അവിടുന്ന് ഉന്നതനാണ്. കർത്താവ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നു. അപ്പോൾ അവിടുത്തെ അറിയും തോറും, അവിടുത്തെ സാന്നിധ്യത്തിലേക്ക് നാം വരും തോറും നമ്മിൽ ഭയവും ഭക്തിയും ഉണ്ടാകും. ദൈവഭയം. അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ശക്തി അത്ഭുതകരവുമാണ്. അത്ഭുതകരമായ ശക്തിയുള്ളവൻ. എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ. കണ്ട, എല്ലാ കഴിവും ശക്തിയും ഉപയോഗിച്ച് അത്യുന്നതനായ ദൈവപിതാവിനെ മഹത്വപ്പെടുത്തുവിൻ. അവിടുന്ന് അതിനും ഉപരിയാണ്. അവിടുന്ന് എല്ലാം ഉപരിയാണ്. സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ. തളർന്നു പോകരുത്. തളരാതെ അവിടുത്തെ മഹത്വപ്പെടുത്തണം. എത്ര പുകഴ്ത്തിയാലും പരിധിയിലെത്തില്ല. അപ്പോൾ ദൈവത്തിന്, അത്യുന്നതനായ ദൈവപിതാവിനെ എത്രമാത്രം നമ്മൾ മഹത്വപ്പെടുത്തിയാലും അത് പരിധിയിലെത്തില്ല. കാരണം അവിടുന്ന് അതിനേക്കാളെല്ലാം ഉന്നതനാണ്. ആരവിടുത്തെ കണ്ടിട്ടുണ്ട്? ആർക്കവിടുത്തെ വർണ്ണിക്കാൻ കഴിയും? ആർക്കവിടുത്തെ വേണ്ട വിധം പുകഴ്ത്താൻ കഴിയും? മനുഷ്യന് സാധിക്കില്ല. മനുഷ്യന് സാധിക്കില്ല. അവിടുന്ന് അത്രമാത്രം ഉന്നതനാണ്. സർവ മഹത്വവും അവിടത്തേക്കുണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ,
എല്ലാ മഹത്വത്തിനും യോഗ്യനായ ദൈവം എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവും പരിപാലകനുമാണ്. എബ്രായർ 11:1-3 വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഇതുമൂലമാണ് പൂർവികർ അംഗീകാരത്തിന് അർഹരായത്. ദൈവത്തിൻ്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടു എന്നും കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നുണ്ടായി എന്നും വിശ്വാസം മൂലം നാം അറിയുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ തിരിച്ചറിവായിരിക്കണം. ഇത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള ബാഹ്യമായ ഒരു അറിവല്ല. അങ്ങനെ മാത്രമല്ല അറിവുള്ളത്, വിശ്വാസം മൂലം ലഭിക്കുന്ന അറിവുണ്ട്. വിശ്വാസം ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ ദൈവം തരുന്ന വിശ്വാസം മൂലം ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അറിവ്, ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവികമായ അറിവ്. ദൈവത്തിൻ്റെ വചനമാണ് സത്യം. അപ്പോൾ ദൈവത്തിൻ്റെ വചനമായ സത്യം വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവാണ് ദൈവത്തിന് മുമ്പിൽ നിലനിൽക്കുന്ന അറിവ്. അപ്പോൾ അങ്ങനെ ഒരു അറിവുണ്ട്. ഈ അറിവ് നമുക്ക് എന്ത് നമ്മെ അറിയിക്കുന്നു? ഈ പ്രപഞ്ചം, ഈ കാണപ്പെടുന്നവ മുഴുവൻ കാണപ്പെടാത്ത ദൈവത്തിൻ്റെ വചനത്താലാണ് സൃഷ്ടിക്കപ്പെട്ടത്. അപ്പോൾ ഒരു വിശ്വാസി ആദ്യം വിശ്വസിക്കേണ്ട കാര്യമാണ്, സകലത്തിൻ്റെയും സ്രഷ്ടാവാണ് എൻ്റെ ദൈവം. ഇവിടെയാണ് ഞാൻ മുമ്പ് പറഞ്ഞ ദൈവത്തെ, സൃഷ്ടികർമ്മത്തെ നിഷേധിച്ച ഇന്നത്തെ പല ശ്രേഷ്ഠരുടെയും ദുരവസ്ഥ തിരിച്ചറിയേണ്ടത്. ദൈവം സൃഷ്ടാവല്ലെന്നും മാന്ത്രികനല്ലെന്നും മാന്ത്രിക വടിയുമായിട്ട് നിൽക്കുകയല്ലെന്നും ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടായതല്ലെന്നും ഒക്കെ പറഞ്ഞ് ദൈവത്തെയും ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തെയും മുഴുവൻ നിഷേധിച്ച് നിന്ദിക്കുന്ന ശ്രേഷ്ഠന്മാരുടെ കാലം. അപ്പോൾ വിശ്വാസമുള്ളവൻ ദൈവം സൃഷ്ടാവാണ് എന്ന് ഏറ്റുപറയും. വിശ്വാസമുള്ളവൻ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ പ്രവൃത്തിയെ, അവിടുത്തെ സൃഷ്ടാവായ സകല പ്രവൃത്തികളെയും മഹത്വപ്പെടുത്തും. അവിടുന്നാണ് സകലത്തിൻ്റെയും സൃഷ്ടാവ്. ഇതിന് മനുഷ്യൻ്റെ അംഗീകാരമൊന്നും വേണ്ട. മനുഷ്യൻ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഈ സത്യത്തിന് മാറ്റമുണ്ടാകില്ല. ദൈവത്തിന് ദൈവമായി നിലനിൽക്കാൻ മനുഷ്യൻ്റെ അംഗീകാരം വേണ്ടല്ലോ. ദൈവത്തിന് പ്രവർത്തിക്കാൻ മനുഷ്യൻ്റെ അംഗീകാരം വേണ്ടല്ലോ. മനുഷ്യനും കയ്യൊപ്പിട്ടാലേ ദൈവത്തിൻ്റെ പ്രവൃത്തി ആവുകയുള്ളൂ എന്നുണ്ടോ? അപ്പോൾ മൂഢരായ മനുഷ്യർ ചിന്തിക്കുന്നു, ഞങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ആവില്ല. ഈ എന്തൊരു വ്യർത്ഥമായ ചിന്താഗതി. അപ്പോൾ അവിടെ നിന്നാണ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവ്. അതോടൊപ്പം എല്ലാ സ്തുതിക്കും യോഗ്യനാണ്, എല്ലാ മഹത്വത്തിനും യോഗ്യനാണ്. വെളിപാട് 4:6-11 സിംഹാസനത്തിന് മുൻപിലും ചുറ്റിലുമായി 4 ജീവികൾ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ. അവയ്ക്ക് മുമ്പിലും പിമ്പിലും നിറയെ കണ്ണുകൾ. ഒന്നാമത്തെ ജീവി സിംഹത്തെ പോലെ, രണ്ടാമത്തേത് കാളയെപ്പോലെ, മൂന്നാമത്തേത് മനുഷ്യൻ്റേത് പോലുള്ള മുഖം, നാലാമത്തേത് പറക്കുന്ന കഴുകനെ പോലെ. ഇതൊക്കെ പറയുമ്പോൾ ഈ വെളിപാട് ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ആദ്യത്തെ 1, 2, 3 നൂറ്റാണ്ടുകളിൽ റോമാക്കാർ മതപീഡന കാലത്ത് നേരെ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അപ്പോക്കാലിപ്റ്റ് ശൈലി എഴുതി വച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അതൊക്കെ ചരിത്രമാക്കി അന്നത്തെ കാലത്തെ കാര്യമാണ് എന്ന് പറയുന്ന ഇന്നത്തെ ബൈബിൾ പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങൾക്ക് മുമ്പിൽ ഇതൊന്നും ആർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇത്തരം ദൈവവചനത്തെ നിരർത്ഥകമാക്കുന്ന ബൈബിൾ വ്യാഖ്യാനങ്ങൾ തള്ളിക്കളഞ്ഞ് ദൈവവചനത്തെ ദൈവവചനമായി സ്വീകരിക്കാനുള്ള ആർജവത്വവും ധൈര്യവുമുള്ള ദൈവമക്കളോടാണ് ഇത് സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പഴയ കാര്യമാണ്, അന്നത്തെ കാര്യമാണ്, അന്നത്തെ കാലത്തെ മനുഷ്യൻ്റെ ചിന്താഗതിയാണ്, അവരുടെ ബുദ്ധിവികാസം അത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇന്ന് മനുഷ്യൻ ഇതൊക്കെ തള്ളിക്കളയുന്നുണ്ട്. ഈ 4 ജീവികൾക്കും 6 ചിറകുകൾ വീതം, ചുറ്റിലും ഉള്ളിലും നിറയെ കണ്ണുകൾ. രാപകൽ ഇടവിടാതെ അവ ഉദ്ഘോഷിക്കുന്നു, ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അനവരതം അവർ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ജീവികൾ സിംഹാസനസ്ഥന് നിത്യം ജീവിക്കുന്നവന് മഹത്വവും ബഹുമാനവും സ്തുതിയും നൽകിയപ്പോഴെല്ലാം ആ 24 ശ്രേഷ്ഠന്മാർ സിംഹാസനസ്ഥൻ്റെ മുമ്പിൽ വീണ് നിത്യം ജീവിക്കുന്നവനെ സാഷ്ടാംഗം പ്രണമിക്കുകയും
തങ്ങളുടെ കിരീടങ്ങൾ സിംഹാസനത്തിന് മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നു: ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ്. അങ്ങ് സർവ്വതും സൃഷ്ടിച്ചു. അങ്ങയുടെ ഹിതമനുസരിച്ച് അവയ്ക്ക് അസ്തിത്വം ലഭിക്കുകയും അവ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ ദൈവം ഇച്ഛിച്ചത് കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. ദൈവം ഇച്ഛിക്കുന്നത് കൊണ്ടാണ് അസ്തിത്വം ലഭിച്ചത്. ദൈവത്തെ നിഷേധിക്കുന്നവരുടെ അസ്തിത്വം പോലും ദൈവത്തിൻ്റെ ദാനമാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 11-ാം അധ്യായം 25-ാം വചനം: അങ്ങ് ഇച്ഛിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും നിലനിൽക്കുമോ? അപ്പോൾ ദൈവം ഇച്ഛിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും നിലനിൽക്കുമോ? ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് ചാരുകസേരയിൽ മലന്നു കിടക്കുന്ന തത്വശാസ്ത്രജ്ഞൻ, ആ മലന്നു കിടക്കാൻ, അവൻ വാതുറക്കാൻ, അവൻ ശ്വസിക്കാൻ, അവൻ്റെ ശരീരം പ്രവർത്തിക്കാൻ, അവൻ്റെ ജീവൻ നിലനിൽക്കാൻ, ചുരുക്കി പറഞ്ഞാൽ അവൻ അസ്തിത്വം ലഭിച്ചിരിക്കുന്നത് അവൻ നിഷേധിക്കുന്ന ദൈവം ഇച്ഛിച്ചതുകൊണ്ടാണ്. എന്തൊരു വിരോധാഭാസം! അങ്ങ് ഇച്ഛിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും നിലനിൽക്കുമോ? അങ്ങ് അസ്തിത്വം നൽകിയില്ലെങ്കിൽ എന്തെങ്കിലും പുലരുമോ? ഇല്ല. ദൈവം നൽകിയ ദാനമാണ് നമ്മുടെ അസ്തിത്വം. അവിടുന്നാണ് സകലത്തിൻ്റെയും സ്രഷ്ടാവായ ദൈവം. നിയമാവർത്തനം 32:6: ഭോഷരും ബുദ്ധിഹീനരുമായ ജനമേ. ഈ വചനങ്ങൾ അടിസ്ഥാനത്തിൽ കേൾക്കണം. ഭോഷരും ബുദ്ധിഹീനരുമായ ജനമേ, ഇതോ കർത്താവിന് പ്രതിഫലം. ഇതോ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് പ്രതിഫലം കൊടുക്കുന്നത്. അവിടുന്നല്ലയോ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ പിതാവ്? അപ്പോൾ ഒരു ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ മകൾ അഭിമാനത്തോടെ ഏറ്റുപറയണം: സ്വർഗസ്ഥനായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമാണ് എൻ്റെ പിതാവ്. ഇത് അഭിമാനത്തോടെ, ആനന്ദത്തോടെ, അത്യധികം ആത്മബന്ധം നൽകുന്ന വലിയ സ്നേഹത്തോടെ വിളിച്ചു പറയുന്ന സമൂഹമാണ് സിയോൻ. ഞങ്ങൾ അഭിമാനത്തോട് എന്നും എപ്പോഴും എല്ലാവരുടെ മുമ്പിലും സർവചരാചരങ്ങളെ മുമ്പിൽ വിളിച്ചു പറയും: ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവം എൻ്റെ പിതാവാണ്. നിങ്ങളുടെ സൃഷ്ടാവും പരിപാലകനും അവിടുന്നല്ലയോ? അതുകൊണ്ട് നമ്മുടെ സൃഷ്ടാവായ, നമുക്ക് അസ്തിത്വം നൽകുന്ന, നമ്മെ പരിപാലിക്കുന്ന അത്യുന്നതനായ ദൈവപിതാവിന് എല്ലാ മഹത്വവും നൽകണം. യെശയ്യാ 45:9-12: ഒരുവൻ കുശവൻ്റെ കയ്യിലെ മൺപാത്രം മാത്രമായിരിക്കെ തൻ്റെ സ്രഷ്ടാവിനെ എതിർത്താൽ അവന് കഷ്ടം. ഇതിനിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വെറും കളിമണ്ണ് മാത്രമായ മനുഷ്യൻ അവനെ മെനഞ്ഞ സ്രഷ്ടാവിനോട്, കുശവനോട് അവനെ എതിർക്കുകയാണ്. കളിമണ്ണ് തന്നെ മെനയുന്നവനോട് നീ എന്താണ് ഉണ്ടാക്കുന്നതെന്നോ, നീ ഉണ്ടാക്കിയതിന് കൈപ്പിടിയുണ്ടോ എന്നോ ചോദിക്കുമോ? പിതാവിനോട് എന്താണ് നീ ജനിപ്പിക്കുന്നത് എന്നും മാതാവിനോട് എന്താണ് നീ പ്രസവിക്കുന്നത് എന്നും ചോദിക്കുന്നവന് ദുരിതം. ഇസ്രായേലിൻ്റെ പരിശുദ്ധനും സ്രഷ്ടാവുമായ കർത്താവ് അരുളി ചെയ്യുന്നു: എൻ്റെ മക്കളെ പറ്റിയോ എൻ്റെ സൃഷ്ടികളെ പറ്റിയോ എന്നെ ചോദ്യം ചെയ്യാമോ? ഞാൻ ഭൂമി ഉണ്ടാക്കി, ഞാൻ അതിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. എൻ്റെ കരങ്ങളാണ് ആകാശത്തെ വിരിച്ചത്. ഞാൻ തന്നെയാണ് ആകാശ സൈന്യങ്ങളോട് ആജ്ഞാപിച്ചതും. ഇതെല്ലാം ചെയ്തത് അത്യുന്നതനായ ദൈവപിതാവാണ്. അവിടത്തേക്ക് എല്ലാ മഹത്വവും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. 2 പത്രോസ് 3:5-7: ദൈവത്തിൻ്റെ വചനത്താൽ ആകാശം പണ്ട് തന്നെ ഉണ്ടായി എന്നും ഭൂമി വെള്ളത്തിലും വെള്ളത്താലും ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നും അന്നത്തെ ആ ലോകം വെള്ളത്താൽ നശിച്ചുവെന്നുമുള്ള വസ്തുതകൾ അവർ വിസ്മരിക്കുന്നു. അപ്പോൾ എന്താ മനുഷ്യൻ വിസ്മരിക്കണേ? ദൈവത്തിൻ്റെ വചനത്താൽ ആകാശം പണ്ട് തന്നെ ഉണ്ടായി എന്ന്. അപ്പോൾ എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ വചനത്താലാണെന്നും
ഈ വചനമാണ് ഈ ഭൂമിയെയും സകല ചരാചരങ്ങളെയും സകല സൃഷ്ടപ്രപഞ്ചത്തെയും ഇപ്പോഴും ഈ ആയിരിക്കുന്ന അവസ്ഥയിൽ നിലനിർത്തിയിരിക്കുന്നതും എന്ന വസ്തുത മനുഷ്യൻ വിസ്മരിക്കുന്നു. ഇനി ശ്രദ്ധിച്ച അടുത്ത വചനം, വിധിയുടെയും ദുഷ്ടമനുഷ്യരുടെ നാശത്തിൻ്റെയും ദിനത്തിൽ. അങ്ങനെ ഒരു ദിനമുണ്ട്, വിധിയുടെ ദിനം, ദുഷ്ടമനുഷ്യരുടെ നാശത്തിൻ്റെ ദിനം. ഈ ദിനത്തിൽ അഗ്നിക്കിരയാകേണ്ടതിന് ഇപ്പോഴുള്ള ആകാശവും ഭൂമിയും അതേ വചനത്താൽ സൂക്ഷിക്കപ്പെടുന്നു. അപ്പോൾ ദൈവം ഏതു വചനത്താലാണോ ഓരോന്നിനെയും സൃഷ്ടിച്ചത്, അതേ വചനം ദൈവം പിൻവലിക്കാത്തത് കൊണ്ടാണ് ഈ വസ്തുക്കളും സംഗതികളും എല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നത്. അപ്പോൾ ദൈവം ഈ വചനം പിൻവലിക്കും എന്ന് നമ്മൾ കണ്ടു. പിൻവലിച്ചാൽ എല്ലാം നീക്കം ചെയ്യപ്പെടും. അത്ര മാത്രമേ ഉള്ളൂ മനുഷ്യൻ ആനന്ദം കൊള്ളുന്ന സൃഷ്ടികളും സംവിധാനങ്ങളും എല്ലാം. അപ്പോൾ ഇതെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ച് നിലനിർത്തുന്ന അത്യുന്നതനായ ദൈവം എത്രമാത്രം മഹത്വത്തിനും സ്തുതിക്കും യോഗ്യനാണ്. അവിടത്തേക്ക് സർവ്വമഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ദൈവം പരിശുദ്ധനാണ്, പരിപൂർണനാണ്. എല്ലാ പരിശുദ്ധിയുടെയും നിറവാണ് അത്യുന്നതനായ ദൈവപിതാവ്. നിയമാവർത്തനം 32:4 കർത്താവ് പാറയാകുന്നു, അവിടുത്തെ പ്രവൃത്തി പരിപൂർണവും അവിടുത്തെ വഴികൾ നീതിയുക്തവുമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വഴികളെല്ലാം, പ്രവൃത്തികളൊക്കെ പരിപൂർണമാണ്. അവിടെ ഒരു തെറ്റും തിന്മയും ഉണ്ടായിരിക്കില്ല, കാണാൻ കഴിയില്ല മനുഷ്യന്. പക്ഷെ അത് കാണുമ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം ഉണ്ടാകണം. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ മനുഷ്യന് ദുരൂഹമാണ്, മനുഷ്യൻ്റെ ബുദ്ധിക്ക് അഗ്രാഹ്യമാണ് എന്ന് അനേക സ്ഥലത്ത് നമുക്ക് പരിശുദ്ധ ബൈബിളിൽ കാണാം. അപ്പോൾ മാനുഷിക ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ അളക്കാനും വിലയിരുത്താനും പോയാൽ മനുഷ്യനത് മനസ്സിലാകില്ല, ഉൾക്കൊള്ളാനും കഴിയില്ല. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പരിപൂർണമാണ്, പരിശുദ്ധമാണ്, അത്യുത്തമമാണ്. കാരണം അവിടുന്ന് പരിശുദ്ധനാണ്, നിത്യം പരിശുദ്ധനാണ്. നമ്മൾ പരിശുദ്ധ ബൈബിൾ പരിശോധിച്ചാൽ അനേക ഇടങ്ങളിൽ ദൈവം പ്രഖ്യാപിക്കുന്ന കാണാം, ഞാൻ പരിശുദ്ധനാണ്, ഞാൻ പരിശുദ്ധനായിരിക്കുന്നു. തിന്മ അറിയാത്തവനും ദൈവത്തിനൊരു തിന്മ അറിയില്ല, തിന്മ ദൈവത്തിൽ നിന്ന് പുറപ്പെടില്ല. തിന്മ അറിയാത്തവനും വിശ്വസ്തനുമാണ് ദൈവം. അവിടുന്ന് നീതിമാനും സത്യസന്ധനുമാണ്. സത്യം മാത്രമേ ദൈവത്തിന് പുറപ്പെട്ടിട്ടുള്ളൂ, സത്യം മാത്രമേ ദൈവത്തിന് പുറപ്പെടുകയുള്ളൂ. ദൈവത്തിൻ്റെ വചനമെല്ലാം സത്യമാണ്. ദൈവം നീതിമാനാണ്. അപ്പോൾ അവിടുത്തെ ഗുണഗണങ്ങൾ വർണ്ണിച്ചാൽ നമ്മൾ മുമ്പ് കണ്ടതുപോലെ ഒരിക്കലും പരിധിയിലെത്തില്ല. എത്ര പറഞ്ഞാലും എത്ര വാഴ്ത്തിയാലും പരിധിയിലെത്തില്ല. അവിടുന്ന് നിത്യം പരിശുദ്ധൻ. ലേവ്യർ 10:3 അപ്പോൾ മോശ അഹ്റോനോട് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, എന്നെ സമീപിക്കുന്നവർക്ക് ഞാൻ പരിശുദ്ധനാണെന്ന് കാണിച്ചു കൊടുക്കും. ദൈവം കാണിച്ചു തരും. ആർക്ക്? അവിടുത്തെ സമീപിക്കുന്നവർക്ക്, അവിടുത്തെ അന്വേഷിക്കുന്നവർക്ക്, അവിടുത്തെ തേടുന്നവർക്ക്, അവിടുത്തെ അറിയുന്നവർക്ക്, അവിടുത്തെ അരികിലേക്ക് വരുന്നവർക്ക് താൻ പരിശുദ്ധനാണെന്ന് ദൈവം കാണിച്ചു കൊടുക്കും. എല്ലാ ജനങ്ങളുടെയും മുൻപിൽ എൻ്റെ മഹത്വം ഞാൻ വെളിപ്പെടുത്തും. അപ്പോൾ ഇന്ന് ദൈവത്തെ നിഷേധിക്കുന്നവരും ദൈവത്തെ തള്ളിക്കളയുന്നവരും ദൈവത്തെ അറിയാൻ വിസമ്മതിക്കുന്നവരും ഒക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധിയും മഹത്വവും അവരുടെ മുമ്പിൽ വെളിപ്പെടുന്നത് കാണും. നിങ്ങൾ പ്രവാചകൻ പരിശോധിച്ച് കാണാൻ അനേക സ്ഥലത്ത് കർത്താവ് പറയുന്നുണ്ട്, ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവരറിയും. ഇങ്ങനെ അനേക സ്ഥലങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാം. അവിടുത്തെ പരിശുദ്ധിയും അവിടുത്തെ മഹത്വവും വെളിപ്പെടുമ്പോൾ സർവരും അവിടുത്തെ ഏറ്റുപറയുകയും സർവ മുളം കാലുകളും അവിടുത്തെ മുൻപിൽ മടങ്ങുകയും ചെയ്യും. യെശയ്യാ 57:15 അത്യുന്നതനും മഹത്വപൂർണനുമായവൻ. അവിടുന്ന് അത്യുന്നതനാണ് പിതാവ്, മഹത്വപൂർണനാണ് പിതാവ്, അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധനെന്ന നാമം വഹിക്കുന്നവൻ. അവിടുന്ന് വസിക്കുന്നത് അനന്തതയിലാണ്. അവിടുന്ന് അനന്തമായി നിലനിൽക്കുന്നു.
അവിടത്തേക്ക് ആദ്യമോ അന്തോ ഒന്നുമില്ല. അനന്തതയിൽ വസിക്കുന്ന പരിശുദ്ധൻ എന്ന നാമം വഹിക്കുന്നവൻ അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതമായ വിശുദ്ധ സ്ഥലത്ത് വസിക്കുന്നു. അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരോട് കൂടെ വസിക്കുന്നു. അപ്പോൾ അനുതാപികളെയും വിനീത ഹൃദയരെയും നവീകരിക്കുന്ന പരിശുദ്ധനും പരിപൂർണനുമായവനാണ് ദൈവം. അവിടുന്ന് സർവ മഹത്വത്തിനും യോഗ്യനാണ്. മത്തായി 5:48, നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. അപ്പോൾ എന്താ യേശുക്രിസ്തു ദൈവപിതാവ് ആര് എന്ന് നമുക്ക് വെളിപ്പെടുത്തി തരാൻ വന്ന ദൈവം തന്നെയായ ദൈവപുത്രൻ യേശുക്രിസ്തു പിതാവിനെ കുറിച്ച് എന്താ പറഞ്ഞത്? പിതാവ് പരിപൂർണനാണ്, എല്ലാറ്റിലും പരിപൂർണനാണ്. എല്ലാറ്റിൻ്റെയും പരിപൂർണത അത്യുന്നതനായ ദൈവപിതാവിലാണ്. അവിടത്തേക്ക് സർവമഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് സൃഷ്ടാവും പരിപാലകനും പരിശുദ്ധനും പരിപൂർണനുമാണ്. ഇനി നമ്മൾ വചനം പരിശോധിച്ചാൽ കാണാം, അവിടുന്ന് നിത്യരാജാവാണ്. എല്ലാ അധികാരവും ഉള്ളവരാണല്ലോ രാജാവ്, സർവാധികാരിയായ രാജാവ്. യൂദിത്ത് 9:12, എൻ്റെ പിതാവിൻ്റെ ദൈവമേ, ഇസ്രായേലിൻ്റെ അവകാശത്തിൻ്റെ ദൈവമേ, ഭൂസ്വർഗങ്ങളുടെ കർത്താവേ, സമുദ്രങ്ങളുടെ സ്രഷ്ടാവേ, അവിടുത്തെ സൃഷ്ടികളുടെ എല്ലാം രാജാവേ, എൻ്റെ പ്രാർത്ഥന ശ്രവിക്കണമേ. അപ്പോൾ ദൈവം, എല്ലാറ്റിൻ്റെയും സൃഷ്ടാവായ ദൈവപിതാവ് സർവ സൃഷ്ടികളുടെയും രാജാവാണ്. അവിടുന്ന് അനാദി മുതൽ അനന്തത വരെ സിംഹാസനസ്ഥനാണ്. അവിടുന്ന് എന്നേക്കും ഭരിക്കുന്നവനാണ്, നിത്യരാജാവ്. 1 തിമോത്തിയോസ് 1:17. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രകീർത്തിക്കുക ദൈവത്തെ, യുഗങ്ങളുടെ രാജാവും അനശ്വരനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നെന്നും ബഹുമാനവും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അപ്പോൾ ഓരോ ദൈവ പൈതലും അനവരതം അവൻ്റെ അധരങ്ങളിൽ നിന്ന് ഉയർത്തേണ്ട ഒരു സ്തുതിപ്പാണിത്. യുഗങ്ങളുടെ രാജാവും, ദൈവം യുഗങ്ങളുടെ രാജാവാ, അനശ്വര രാജാവാ. യുഗങ്ങളുടെ രാജാവും അനശ്വരനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നെന്നും ബഹുമാനവും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. എന്നെ കേൾക്കുന്ന ഓരോ ദൈവത്തിൻ്റെ കുഞ്ഞും അവൻ്റെ ഹൃദയത്തിൽ നിന്ന് അനവരതം ഈ സ്തുതിപ്പ്, ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രകീർത്തനം ഉയർത്തട്ടെ. സങ്കീർത്തനങ്ങൾ 103:19, കർത്താവ് തൻ്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അനാദി മുതൽ മനുഷ്യൻ അവൻ്റെ ബുദ്ധി കൊണ്ട് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്താണ് ഈ അനാദി, എന്താണ് ഈ അനന്തത. കാരണം അവന് സമയത്തിനുള്ളിൽ ജനിച്ച് ജീവിക്കുന്ന മനുഷ്യന് സമയത്തിനുള്ളിലെ കാര്യങ്ങൾ മാത്രമേ ഗ്രഹിക്കാൻ കഴിയും. ഇത് സമയത്തിന് പുറത്തുള്ള കാര്യം. ദൈവം ഒരു സമയത്തിനും അധീനനല്ല. സമയം എന്ന വാക്ക് പോലും ദൈവത്തിന് അപ്ലൈ ചെയ്യാവുന്നതല്ല. അവിടുന്ന് എല്ലാത്തിനും അതീതനാണ്. അപ്പോൾ അവിടുന്ന് അനാദി മുതൽ അനന്തത വരെ, ഇത് പറയുന്ന പോലും നമുക്ക് ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്, സിംഹാസനസ്ഥനാണ്. എല്ലാവരും അവിടുത്തെ രാജകീയ അധികാരത്തിന് കീഴിലാണ്. അവയെല്ലാവരും അവിടുത്തെ രാജാധികാരത്തിന് കീഴിലാണ്. അവിടുന്നാണ് യഥാർത്ഥ രാജാവ്, ദൈവരാജ്യത്തിലെ ഭരണാധികാരി, സർവചരാചരങ്ങളുടെയും രാജാവ്, സകല സൃഷ്ടികളുടെയും രാജാവ്, സർവ അധികാരവുമുള്ള സർവാധികാരി, സർവാധിപത്യമുള്ള നിത്യനായ രാജാവ്, യുഗങ്ങളുടെ രാജാവായ ദൈവം. അവിടുന്ന് എല്ലാ മഹത്വത്തിന് യോഗ്യനാണ്. അതുകൊണ്ട് ദൈവമക്കൾ എന്ത് പറയണം? യുഗങ്ങളുടെ രാജാവായ, അനശ്വരനായ, നിത്യരാജാവായ, സകലത്തിൻ്റെയും രാജാവായ അത്യുന്നതനായ ദൈവമേ, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. എല്ലാ മഹത്വവും അവിടത്തേക്കുണ്ടായിരിക്കട്ടെ.
പ്രിയപ്പെട്ടവരെ, ഈ ദൈവം അതുല്യനാണ്. അവിടത്തേക്ക് തുല്യനായി മറ്റൊന്നില്ല. യെശയ്യാ 40:12-31 വളരെ മനോഹരമായി ദൈവത്തിൻ്റെ ജ്ഞാനം, ഈ ദൈവത്തിൻ്റെ അതുല്യതയെ വർണ്ണിക്കുകയാണ്. കൈക്കുമ്പിളിൽ ആഴികളെ അളക്കുകയും ആകാശവിശാലതയെ ചാണിൽ ഒതുക്കുകയും ഭൂമിയിലെ പൊടിയെ അളവ് പാത്രത്തിൽ ഉൾക്കൊള്ളിക്കുകയും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിക്കോലിൽ നിശ്ചയിക്കുകയും കുന്നുകളെ തുലാസിൽ തൂക്കുകയും ചെയ്തവനാര്? മനുഷ്യന് എത്രമാത്രം ശാസ്ത്ര സാങ്കേതികത വളർന്നിട്ടും ഇന്നും സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് ചെല്ലാനും കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇതൊക്കെ ദൈവം അളന്ന് പണ്ട് സൃഷ്ടിച്ചു വെച്ചവൻ, ആകാശവിശാലതയെ ചാണിൽ ഒതുക്കുന്നവൻ. ഇന്ന് മനുഷ്യൻ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും ഒക്കെ പോകാനുള്ള തിരക്കിലാണ്. അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അവൻ വളരെ വിസ്മയകരമായി സംസാരിക്കുന്നു. എന്നാൽ നമുക്കറിയാം, കോടാനുകോടി നക്ഷത്രങ്ങളും മനുഷ്യൻ ഉൾക്കൊള്ളാനാവാത്ത അത്രമാത്രം വിശാലവുമായ ഈ പ്രപഞ്ചത്തിൻ്റെ ആകാശവിശാലതയെ ചാണിൽ ഒതുക്കുന്ന ദൈവം അവിടുന്ന് എത്രയോ മഹോന്നതൻ. ഭൂമിയിലെ പൊടിയെ അളവ് പാത്രത്തിൽ ഉൾക്കൊള്ളിക്കുകയും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിക്കോലിൽ നിശ്ചയിക്കുകയും കുന്നുകളെ തുലാസിൽ തൂക്കുകയും ചെയ്തവനാര്? ഇത് ചെയ്യുന്നതാണ് ദൈവം. കർത്താവിൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കാൻ ആരുണ്ട്? ആർക്ക് കഴിയും? ഏത് ഉപദേശം അവിടുത്തേക്ക് പ്രബോധനം നൽകി? അങ്ങനെ കഴിയുമോ മനുഷ്യന്? കാരണം അവിടുന്ന് എല്ലാത്തിൻ്റെയും കൂടെ സർവജ്ഞാനിയാണ്. ആരോട് അവിടുന്ന് ഉപദേശം തേടി? നീതിയുടെ പാത അവിടുത്തെ പഠിപ്പിക്കുകയും അവിടുത്തേക്ക് ജ്ഞാനം പകർന്നു കൊടുത്ത് അറിവിൻ്റെ മാർഗം നിർദ്ദേശിക്കുകയും ചെയ്തത് ആര്? ജ്ഞാനമാണ് നമ്മൾ ചോദിക്കുന്നത്. ഇതാരുണ്ടെന്ന് അങ്ങനെ? അത്രമാ അതുല്യനാണ് ദൈവം. ജനതകൾ അവിടുത്തേക്ക് തൊട്ടിയിൽ ഒരു തുള്ളി വെള്ളം പോലെയും വെള്ളിക്കോലിൽ പൊടി പോലെയുമാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ സർവ്വജനതകളെയും എടുത്താൽ എന്താണെന്നാ പറഞ്ഞത്? തൊട്ടിയിൽ ഒരു തുള്ളി വെള്ളം പോലെ. ദ്വീപുകളെ അവിടുന്ന് നേർത്ത പൊടി പോലെ കരുതുന്നു. അവിടുത്തെ മുൻപിൽ ജനതകൾ ഒന്നുമല്ല. ഒന്നുമില്ലായ്മയ്ക്കും ശൂന്യതയ്ക്കും താഴെ അവിടുന്ന് അവയ്ക്ക് സ്ഥാനം നൽകിയിട്ടുള്ളൂ. മനുഷ്യന് എത്ര ഈ തവള വീർത്ത് കെട്ടി സ്വയം വീർത്ത് കെട്ടിയിരിക്കുന്ന പോലെ മനുഷ്യന് എത്ര വലിയവനെന്ന് കരുതിയിരുന്നാലും ദൈവം എന്താ പറയുന്നത്? ശൂന്യതയ്ക്കും ഒന്നുമില്ലായ്മയ്ക്കും താഴെ മാത്രമേ അവിടുന്ന് അവർക്ക് സ്ഥാനം നൽകിയിട്ടുള്ളൂ. അപ്പോൾ എത്രയോ ഉന്നതനാണ് ദൈവം, എത്രയോ അതുല്യനാണ് ദൈവം. അവിടുന്ന് എല്ലാം മഹത്വത്തിന് യോഗ്യനാണ്. ദൈവത്തെ നിങ്ങൾ ആരോട് തുലനം ചെയ്യും? നിങ്ങൾക്കറിഞ്ഞുകൂടെ? കേട്ടിട്ടില്ലേ? ആരംഭം മുതൽക്കേ നിങ്ങളോടിത് പറഞ്ഞിട്ടില്ലേ? ഭൂമിയുടെ അടിസ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങൾ ഗ്രഹിച്ചിട്ടില്ലേ? ഇതൊക്കെ ഗ്രഹിക്കണം നാം. ഭൂമിക്ക് മുകളിൽ ആകാശവിധാനത്തിനുപരി ഉപവിഷ്ടനായിരിക്കുന്നവനാണ് അവിടുന്ന്. ഭൂവാസികൾ വിട്ടിലുകൾക്ക് തുല്യരാണ്. ഭൂവാസികൾ വിട്ടിലുകൾക്ക് തുല്യരാണ്. അവിടുന്ന് ആകാശത്തെ തിരശീല പോലെ നിവർത്തുകയും കൂടാരം പോലെ വിരിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ ദൈവം ചെയ്യുന്ന പ്രവൃത്തി. അവിടുന്ന് ഭൂമിയിലെ പ്രഭുക്കന്മാരെ ഇല്ലാതാക്കുകയും ഭരണാധിപന്മാരെ ശൂന്യരാക്കുകയും ചെയ്യുന്നു. ദൈവം ചെയ്യുന്ന പ്രവൃത്തി. നട്ടയുടനെ വിതച്ചയുടനെ വേറെടുത്ത ഉടനെ അവിടുത്തെ നിശ്വാസത്തിൽ അവ കരിഞ്ഞു പോകുന്നു. വൈക്കോലിനെ എന്ന പോലെ കൊടുങ്കാറ്റ് അവയെ പറത്തിക്കളയുന്നു. ആരോടും നിങ്ങൾ എന്നെ ഉപമിക്കും? ആരോടാണ് എനിക്ക് സാദൃശ്യം എന്ന് പരിശുദ്ധനായവൻ ചോദിക്കുന്നു. ആരോടാണ് ദൈവത്തെ താരതമ്യപ്പെടുത്തുക? ആരാണ് അവിടുത്തേക്ക് തുല്യൻ? നിങ്ങൾ കണ്ണുകൾ ഉയർത്തി കാണുവിൻ, ആരാണ് ഇവയെല്ലാം സൃഷ്ടിച്ചത്? പേര് ചൊല്ലി വിളിച്ച് അവയുടെ ഗണത്തെ എണ്ണമനുസരിച്ച് പുറത്തു കൊണ്ടുവരുന്നവൻ തന്നെ. അവിടുത്തെ ശക്തിയുടെ മഹത്വവും പ്രാഭവവും മൂലം അവയിൽ ഒന്നുപോലും നഷ്ടപ്പെടുന്നില്ല. അത്രമാത്രം മഹത്വപൂർണനാണ്, സർവശക്തനാണ് അത്യുന്നതനായ ദൈവം. നിങ്ങൾക്കറിഞ്ഞുകൂടെ? നിങ്ങൾ കേട്ടിട്ടില്ലേ? കർത്താവ് നിത്യനായ ദൈവവും ഭൂമി മുഴുവൻ്റെയും സ്രഷ്ടാവുമാണ്. നാം അറിയണം.
അവിടുന്ന് നിത്യനായ ദൈവം. അവിടുന്ന് ക്ഷീണിക്കുകയോ തളരുകയോ ഇല്ല. അവിടുത്തെ മനസ്സ് അഗ്രാഹ്യമാണ്. തളർന്നാൽ അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ദൈവം അതുല്യനായവനാണ്, അത്യുന്നതനാണ്. അവിടത്തേക്ക് എല്ലാ മഹത്വവും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ സൃഷ്ടാവായ അതുല്യനായ ദൈവമാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത്. അവിടുന്നാണ് ലോക നിയന്താവ്. പ്രഭാഷകൻ 23:1, എൻ്റെ പിതാവും ജീവിതത്തിൻ്റെ നിയന്താവുമായ കർത്താവേ, അവയുടെ ഇഷ്ടത്തിന്, അധരങ്ങളുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുത്. അപ്പോൾ എന്താ ദൈവത്തെ വിളിച്ചിരിക്കുന്നത്? ജീവിതത്തിൻ്റെ നിയന്താവ്. അപ്പോൾ മനുഷ്യനെ വിചാരിക്കും അവനാണ് അവൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കണേ, അവനാണ് അവൻ്റെ കാര്യങ്ങൾ, അവൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത് എന്ന് മനുഷ്യൻ പറയാറുണ്ട്. പക്ഷെ ദൈവമാണ് ജീവിതത്തിൻ്റെ നിയന്താവ്. ഓരോ ദൈവമക്കളുടെയും ജീവിതത്തിൻ്റെ നിയന്താവ് ദൈവമാണ്. സുഭാഷിതങ്ങൾ 16:9, മനുഷ്യൻ തൻ്റെ മാർഗം ആലോചിച്ചു വയ്ക്കുന്നു, അവൻ്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ്. മനുഷ്യന് പലതും ആലോചിച്ച് വയ്ക്കും, മനുഷ്യന് പലതും തീരുമാനിക്കും. പക്ഷേ അന്തിമ തീരുമാനം ദൈവത്തിൻ്റെയാണ്. മനുഷ്യൻ്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് ദൈവമാണ്. പ്രഭാഷകൻ 10:4-5, കർത്താവിൻ്റെ കരങ്ങളാണ് ഭൂമിയെ നിയന്ത്രിക്കുന്നത്. അവിടുന്ന് തക്ക സമയത്ത് യോഗ്യനായ ഭരണാധിപനെ നിയമിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ കരങ്ങളാണ് ഭൂമിയെ നിയന്ത്രിക്കുന്നത്. കർത്താവിൻ്റെ കരങ്ങളാണ് ഭൂമിയെ നിയന്ത്രിക്കുന്നത്. മനുഷ്യൻ്റെ വിജയം കർത്താവിൻ്റെ കരങ്ങളിലാണ്. അപ്പോൾ ലോകത്തിൽ മനുഷ്യൻ എന്ത് വിജയം നേടിയെന്ന് പറഞ്ഞാൽ ദൈവം നൽകാത്തൊന്നുമില്ല. അപ്പോൾ ദൈവമാണ് സകലത്തിൻ്റെയും നിയന്താവ്. അത് ഈ യുഗത്തിൽ മാത്രമല്ല, ഈ ഭൂമിയിൽ മാത്രമല്ല, ദൈവം ഒരുക്കിയിരിക്കുന്ന എല്ലായിടത്തും എല്ലാറ്റിൻ്റെയും നിയന്താവ് ദൈവമാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു ഇങ്ങനെ പ്രാർത്ഥിക്കാനും പഠിപ്പിച്ചത്, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അപ്പോൾ സ്വർഗത്തിലെല്ലാം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലും അവിടുത്തെ അധികാരത്തിന് കീഴിലും ആയിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ഭൂമിയിലും അപ്രകാരം തന്നെ ആയിരിക്കട്ടെ. അപ്പോൾ അവിടുന്ന് എല്ലാറ്റിൻ്റെയും നിയന്താവായ ദൈവം എല്ലാ മഹത്വത്തിനും യോഗ്യനാണ്. പ്രിയപ്പെട്ടവരെ, ഈ ദൈവം എല്ലാം മുൻകൂട്ടി പ്രസ്താവിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞിരിക്കുന്നത് പോലെയാണ് എല്ലാം നടക്കുക. അതായത് ദൈവം ഈ ലോകത്തിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയും ലക്ഷ്യവും അനുസരിച്ച് എല്ലാം ക്രമീകരിച്ചിരിക്കുന്നു. അവിടുത്തെ വചനമാണ് യഥാസമയം നിവൃത്തിയാകുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം വചനം വഴി നിർവഹിക്കപ്പെടുന്നു. അതുകൊണ്ട് എല്ലാ വചനങ്ങളും, ഈ നടക്കേണ്ട പ്രവൃത്തികളെല്ലാം കർത്താവ് മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതവിടുത്തെ മഹത്വം തെളിയിക്കുന്നു. അവിടുന്ന് സർവ്വമഹത്വത്തിനും യോഗ്യനാണ്. യെശയ്യാ 45:21-22, നിങ്ങളുടെ ന്യായവാദം ഉന്നയിക്കുവിൻ. കർത്താവ് പറയാ, നിങ്ങളുടെ ന്യായവാദം ഉന്നയിക്കുവിൻ, അവർ കൂടി ആലോചിക്കട്ടെ. പുരാതനമായ ഈ കാര്യങ്ങൾ പണ്ട് തന്നെ നിങ്ങളോട് പറഞ്ഞത് ആരാണ്? കർത്താവായ ഞാൻ തന്നെയല്ലേ. ദൈവം പറഞ്ഞിരിക്കുന്നതാണ് മുമ്പ് നടന്നിരിക്കുന്നതല്ല. ദൈവം പറഞ്ഞിട്ടുള്ളത് മാത്രമേ ഇപ്പോൾ നടക്കുന്നുള്ളൂ. ദൈവം പറഞ്ഞിട്ടുള്ളത് മാത്രമേ ഇനി നടക്കുകയുമുള്ളൂ. ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഞാനല്ലാതെ നീതിമാനായ ദൈവവും രക്ഷകനുമായി മറ്റാരുമില്ല. അപ്പോൾ രക്ഷ ദൈവത്തിൽ നിന്ന് മാത്രം, ഏക സത്യദൈവമായ പിതാവിൽ നിന്ന് മാത്രം. ഭൂമിയുടെ അതിർത്തികളെ എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുക. ഞാനാണ് ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. അപ്പോൾ അവിടുന്ന് എല്ലാം മുൻകൂട്ടി പ്രസ്താവിച്ചിട്ടുണ്ട്. അത് പറയാൻ ദൈവത്തിന് കഴിയൂ. കാരണം പറയുന്നത് നിവൃത്തിയാക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. പറയുന്നത് പോലെ തന്നെ സംഭവിപ്പിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ.
അവിടുന്ന് അതുല്യനാണ്. എസെക്കിയേൽ 12:25 കർത്താവായ ഞാൻ പറയും, കർത്താവായ ഞാൻ പറയും, പറയുന്നവൻ നിറവേറ്റുകയും ചെയ്യും. ഇതാണ് ദൈവത്തിൻ്റെ കഴിവ്. അവിടത്തേക്ക് മാത്രമുള്ള കഴിവ്, പറയുന്നത് നിറവേറ്റാനുള്ള കഴിവ്. നിറവേറുന്നത് മാത്രമേ അവിടുന്ന് പറയും, പറയുന്നത് പറഞ്ഞിട്ടുള്ളത് മാത്രമേ നിറവേറുകയുള്ളൂ. താമസമുണ്ടാവുകയില്ല. ധിക്കാരികളുടെ ഭവനമേ, നിങ്ങളുടെ നാളിൽ തന്നെ ഞാൻ സംസാരിക്കുകയും അത് നിറവേറ്റുകയും ചെയ്യുമെന്ന് ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഓരോ വാക്കും യഥാസമയം പൂർത്തിയാവും. സുഭാഷിതങ്ങൾ 30:5-6 ദൈവത്തിൻ്റെ ഓരോ വാക്കും സത്യമെന്ന് തെളിയുന്നു. അതുകൊണ്ട് ദൈവത്തെ നിഷേധിക്കുന്നവർ പോലും ദൈവത്തിൻ്റെ ഓരോ വാക്കും പരിശോധിക്കുക. അത് ദൈവം പ്രസ്താവിച്ചിട്ടുള്ളത് പോലെ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ, ഇനിയും സംഭവിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ ഓരോ വാക്കും സത്യമെന്നു തെളിയും. തന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് അവിടുന്ന് കവചമാണ്. അവിടുത്തെ വാക്കുകളോടൊന്നും കൂട്ടിച്ചേർക്കരുത്. അങ്ങനെ ചെയ്താൽ അവിടുന്ന് നിന്നെ കുറ്റപ്പെടുത്തും. നീ നുണയനാവുകയും നീ സാത്താനാവും. അപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് മാത്രമേ പൂർത്തിയാകൂ. പ്രഭാഷകൻ 39:14-17 അത് നമ്മൾ എങ്ങനെ പറയണം? കർത്താവിൻ്റെ എല്ലാ പ്രവൃത്തികളും നിമിത്തം അവിടുത്തെ വാഴ്ത്തുവിൻ. സ്തുതികളോടും ഗാനാലാപത്തോടും വീണാനാദത്തോടും കൂടെ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തോട് നന്ദി പറയുകയും ചെയ്യുവിൻ. അപ്പോൾ എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തണം, എപ്പോഴും ദൈവത്തിന് നന്ദി പറയണം. എല്ലാ മഹത്വവും എന്നും എന്നേക്കും അത്യുന്നതനായ ദൈവപിതാവിനുണ്ടായിരിക്കട്ടെ. നിങ്ങൾ ഇങ്ങനെ പറയണം, ഈ എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. അപ്പോൾ നമ്മളെങ്ങനെയാണ് പറയണ്ടേ? ഈ എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ്, അവയെല്ലാം അത്യുത്തമമാണ്. നമ്മൾ തിരിച്ചറിയണം, ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തിയും അത്യുത്തമമാണ്. ഒരു കുറ്റവും കുറവും പറയാൻ ആർക്കും കഴിയില്ല. അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുന്ന് പറയുന്നതൊക്കെയും എല്ലാം അവിടുത്തെ നാമത്തിൽ നിർവഹിക്കപ്പെടും. എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കില്ല. ഈ യഥാകാലം എല്ലാം വെളിവാകും. അപ്പോൾ ദൈവത്തിൻ്റെ ഓരോ വാക്കും യഥാകാലം സത്യമെന്ന് തെളിയും. തോബിത്ത് 12:6 ദൂതൻ 2 പേരെയും, തോബിത്തിനും തോബിയാസിനെ രഹസ്യമായി വിളിച്ചു പറഞ്ഞു. റഫായേൽ ദൂതൻ പറയുന്നതാണ്, ദൈവത്തെ സ്തുതിക്കുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്യുവിൻ. അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത സകല നന്മയെയും പ്രതി സകല ജീവികളുടെയും മുമ്പിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ ഇന്നുവരെ ദൈവം നമുക്ക് ചെയ്ത എല്ലാ നന്മകളും നാം പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത നന്മകൾ ദൈവം ചെയ്തിട്ടുണ്ട്. നാം ഇപ്പോഴും നിലനിൽക്കുന്ന പോലും ദൈവത്തിന് നന്മയാണ്. എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തണം, എപ്പോഴും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കണം. ദൈവത്തിൻ്റെ പ്രവർത്തികൾ പ്രഘോഷിച്ച് അവിടുത്തെ പുകഴ്ത്തുകയും അവിടുത്തെ നാമത്തിന് മഹത്വം നൽകുകയും ചെയ്യുന്നത് ഉചിതമത്രേ. അവിടുത്തേക്ക് നന്ദി പറയാൻ അമാന്തമരുത്. പ്രിയപ്പെട്ടവരെ, എല്ലാ വർഷവും സിയോൻ എംപറർ ഇമ്മാനുവേൽ വിശ്വാസ സമൂഹം കൂടാരത്തിരുന്നാൾ ദൈവകൽപ്പന പ്രകാരം ആഘോഷിക്കാറുണ്ട്. അത് സാധാരണ മനുഷ്യൻ ചെയ്യുന്ന പോലെയല്ല, ഏതെങ്കിലും മനുഷ്യരെ ബഹുമാനിക്കുന്ന പെരുന്നാളുകളല്ല. ഇത് അത്യുന്നതനായ ദൈവപിതാവിന് സർവമഹത്വവും നൽകുന്ന തിരുനാൾ. ഭൗതികമായോ ആത്മീയമായോ എന്തു പ്രവൃത്തിയും എന്തു ശുശ്രൂഷയും എന്ത് കാര്യങ്ങളുമായിക്കോട്ടെ, എല്ലാം അത്യുന്നതനായ ദൈവപിതാവിന് മഹത്വം നൽകിക്കൊണ്ടുള്ള തിരുനാളാണ് സിയോൻ്റെ കൂടാര തിരുനാൾ. അത് ഏതെങ്കിലും കഴിഞ്ഞ സംഭവങ്ങളൊരു ഓർമ്മയല്ല, ഇനി നടക്കാനിരിക്കുന്ന ഒരു വലിയ ദൈവിക പ്രവൃത്തിക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കമാണ് സിയോൻ്റെ കൂടാര തിരുനാൾ. ഓരോ വിശ്വാസിയും അവൻ്റെ ഓരോ ഹൃദയത്തിൻ്റെ ഇടിപ്പിലൂടെയും അവൻ്റെ ഓരോ ചിന്തയിലൂടെയും പ്രവൃത്തിയിലൂടെയും വാക്കിലൂടെയും അത്യുന്നതനായ ദൈവപിതാവിനെ, ഞങ്ങളുടെ സ്വന്തം പിതാവിനെ മഹത്വപ്പെടുത്തുന്ന തിരുനാളാണ് സിയോൻ്റെ കൂടാര തിരുനാൾ. അതുകൊണ്ട്
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന ഇന്ന് അഭിമാനത്തോടെ ദൈവമക്കൾ ഏറ്റുപറയുകയാണ്. യുഗങ്ങളുടെ രാജാവും അനശ്വരനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നെന്നും ബഹുമാനവും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നമുക്ക് എല്ലാ മഹത്വവും ദൈവത്തിന് നൽകാം. നമ്മുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും എല്ലാം അത്യുന്നതനായ ദൈവപിതാവ് മഹത്വപ്പെടട്ടെ. അവിടുന്ന് എല്ലാ മഹത്വത്തിനും യോഗ്യനാണ്. സർവ്വമഹത്വവും അവിടുത്തേക്കുണ്ടായിരിക്കട്ടെ. ആമേൻ.